ഗൈഡ് എന്നൊരു പുസ്തകമുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ IPH ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കാണാം, ഇതിന്റെ 76-ാമത്തെ പേജിൽ കാണാം, സക്കാത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ട, ആർക്കാണ് പിരിച്ചെടുക്കാനുള്ള അവകാശം എന്ന് ഫിഖ് പരമായി ഇദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഡോക്ടർ A ഹലീം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് വിവരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ബുക്കാണ്. ഒരു കാര്യം ഉറപ്പ്, ഇന്ന് നമ്മുടെ ലൈവിൽ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും സമസ്തയുടെ ഒരു ബുക്കും കടന്നു വരില്ല, സലഫികളുടെ പുസ്തകം കടന്നു വരില്ല, ലീഗിൻ്റെതോ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെയോ BJPൻ്റെയോ കോൺഗ്രസിൻ്റെ ഒന്നും വരില്ല. എല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് കടുത്ത വൈരുദ്ധ്യമാണ്, അതിലേറെ കാപഢ്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിമർശകന്റെ ബുക്കാണ്, സമസ്തക്കാരുടെ ബുക്കാണ്, സുന്നികളെ ബുക്കാണെന്നും പറയേണ്ട ആവശ്യമില്ല. ഹസൻ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക് നേതാവ് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം സക്കാത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഇതിൽ വിശകലനം ചെയ്യുന്നു ഈ പുസ്തകത്തിന്റെ ചട്ടപ്പുറത്ത് അവർ എഴുതി വെച്ചത്. കർലാവി പറഞ്ഞത്, യൂസുഫുൽ കർലാവി പറഞ്ഞത് മൗദൂദിയുടെ പല പുസ്തകങ്ങളും വൈകാരിക തള്ളിച്ചയായിരുന്നു എന്നാണ്. മൗദൂദിയെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പോലും വേണ്ട. മൗദൂദിയെ പറ്റി T ആരിഫ് അലി എന്ന് പറയുന്ന കഴിഞ്ഞ ജമാഅത്ത് ഇസ്ലാമി അമീർ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് മൗദൂദിയുടെ വീക്ഷണങ്ങളും ലിഖിതങ്ങളും ഞങ്ങൾക്ക് പ്രമാണമല്ല എന്നാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ 100 പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ എന്തോ കോത്താമ്പി സംഭവമാണ്. ഇതൊരു 10-25 പുസ്തകമാണ്. ഇത് ഒക്കെ 14 പേജ് 20 പേജ് 30 പേജൊക്കെ ഉള്ള സംഭവം. ഇങ്ങനെ 120 അയാൾ പ്രസംഗിച്ചോ നടന്നോ പോയതോ എഴുതിയൊക്കെ പുസ്തകമാക്കി വിൽക്കുക. പുസ്തക വിൽപ്പന തന്നെയായിരുന്നു അയാളെ പണി. അയാളെ മക്കൾ പോലും ജമാഅത്ത് കൂടിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ ലക്കൽ ഹംദു യാ റബ്ബി യാ അല്ലാഹു യാ മഅബൂദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ വിഷയം ജമാഅത്തെ ഇസ്ലാമി ബന്ധപ്പെട്ട് നടക്കുന്ന സക്കാത്ത് ശേഖരണവും അത് ബന്ധപ്പെട്ട് അവർ നടത്തുന്ന വക മാറ്റിയുള്ള അഴിമതികളും അതിൻ്റെ പ്രാമാണികമായ അവശതകളുമൊക്കെ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ളത്. 2-3 ലൈവിലൂടെ തുടരെ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ സക്കാത്ത്, അത് പാവപ്പെട്ടവർക്ക് പ്രത്യേകം കണക്കാക്കിയത് ഇസ്ലാമിലെ സമ്പന്നരിൽ നിന്ന് വർഷം പൂർത്തിയാകുമ്പോൾ നീക്കി വെക്കേണ്ട സക്കാത്ത് സമ്പത്ത്, അത് അതിൻ്റെ അർഹരായ ആളുകളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയും അത് അവരിലേക്ക് എത്തിക്കാതെ അത് മറ്റൊരു വഴിയിലൂടെ ചെലവഴിക്കുന്ന പ്രവൃത്തി 2000 മുതൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. മാത്രമല്ല, ഇതൊരു വലിയ വിഷയമായി കേരളത്തിലെ മുഴുവൻ ജാതി മത ഭേദവർഗ ദേശഭാഷ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരും ഒരു ചർച്ചയായി എടുക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുസ്ലിമീങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന സക്കാത്ത് സമ്പത്ത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടന വലുതാക്കാൻ വേണ്ടി വ്യാപകമായി കൊള്ളയടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഒരു കാര്യം ഉറപ്പ്, സക്കാത്ത് ഒരു കാരണവശാലും ഇസ്ലാമിക ഗവൺമെൻറ് അല്ലാത്ത ഒരു കമ്മിറ്റിക്ക് പിരിച്ചെടുക്കാനോ അത് ശേഖരിക്കാനോ അത് ഉപയോഗപ്പെടുത്താനോ ഇസ്ലാമിൽ ഒരു നിയമവുമില്ല. ഇസ്ലാമിൽ എല്ലാത്തിനും നിയമമുണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാ. ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ്. ഓരോ വിഷയവും എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം എന്ന് കൃത്യമായി ഇസ്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ജിനോം കോഡ് കണ്ടെത്തുന്നതിൻ്റെ മുമ്പ്, അല്ലെ ടെസ്റ്റ് ട്യൂബ് ശിശു കണ്ടെത്തുന്നതിൻ്റെ മുമ്പ്, അതല്ലെങ്കിൽ ചന്ദ്രനിൽ ശാസ്ത്രജ്ഞന്മാർ എത്തിപ്പെടുന്നതിൻ്റെ മുമ്പ്, ആ ചന്ദ്രനിൽ പോയാൽ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണം, അല്ലെങ്കിൽ ജിനോം കോഡിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ടെസ്റ്റ് ട്യൂബ് ശിശുവിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ക്ലോണിങ്ങിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ മതവിധി എന്താണ് എന്ന് പോലും ക്ലോണിങ്ങിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നതിൻ്റെ 10 നൂറ്റാണ്ട് മുമ്പ് മതപണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും വളരെ കടഞ്ഞെടുത്ത ശുദ്ധികലശം നടത്തിയ പ്രസ്ഥാനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ മറ്റൊരു വിഷയം പോലെ സക്കാത്തും ഹജ്ജും അതുപോലെ റമദാൻ മാസത്തിലെ നോമ്പും നിസ്കാരവും ഒക്കെ എങ്ങനെ, എപ്പോൾ, എവിടെ, ആര്, എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാം ദീന് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊടുങ്ങല്ലൂർ മാലിക് ദീനാർ മസ്ജിദും മറ്റുമൊക്കെ കേരളത്തിൽ 10ഓളം മസ്ജിദുകൾ ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ക്രിസ്തുവർഷം 629 കൊടുങ്ങല്ലൂർ ചേരമാപ്പള്ളി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവർഷം 2020.
എന്ന് വെച്ചാൽ ഈ 624 മുതൽ ഇന്നയിലേക്ക് ഏകദേശം 1391 വർഷം കഴിഞ്ഞു. ഈ വർഷത്തെ കാലയളവ് നോക്കുമ്പോൾ ഈ പണ്ഡിതന്മാർ, കഴിഞ്ഞ കാലത്തെ സ്വഹാബത്തോ അവിടുത്തെ പാരമ്പര്യമായി കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ച ഒരു പണ്ഡിതന്മാരോ ഒരു കമ്മിറ്റിയോ ഒരു വ്യക്തികളോ ഒരു പ്രസ്ഥാനമോ സക്കാത്ത് ശേഖരിച്ചിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ചില്ലറ സംഘടനകളും ശേഖരിക്കാൻ തുടങ്ങിയത് 2000 മുതലാണ്. അതിനെപ്പറ്റി മൗദൂദി, അബുൽ മൗദൂദി കുത്തുബാത്തിൽ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് കുത്തുബാത്ത്, വിവാദമായ ഗ്രന്ഥം. ഇതിന്റെ ചട്ടമലൻ എഴുതി വെച്ചിട്ട് വിവാദപരമെന്ന് ഖ്യാതി കൂടി നേടിയ ഗ്രന്ഥമെന്നാണ്. ഈ ഗ്രന്ഥത്തില് മൗദൂദി 1939 എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുന്നതിന്റെ 2 വർഷം മുന്നേ പ്രസംഗിച്ച ഒരു ഗ്രന്ഥമാണിത്. അദ്ദേഹം പട്ടാങ്കോട്ട് അവരുടെ കേന്ദ്രത്തിൽ, മൗദൂദിയുടെ കേന്ദ്രത്തിൽ പലപ്പോഴും ഖുതുബക്ക് ഉറുദുവിൽ നടത്തിയ പ്രസംഗം പിന്നീട് പുസ്തകമാക്കി ഇറക്കിയതാണ്. ഈ പുസ്തകത്തിന്റെ 210 പേജ് നോക്കുമ്പോൾ കാണാം, സക്കാത്ത് അക്കാലഘട്ടത്തിൽ ശേഖരിക്കലില്ലാത്തത് കൊണ്ട് മൗദൂദി സക്കാത്തിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊണ്ട് പറയുന്നു, സക്കാത്ത് മുഴുവനും ഇസ്ലാമിക ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥന്മാർ ശേഖരിക്കുകയും കേന്ദ്രത്തിൽ നിന്നുള്ള കൽപ്പന അനുസരിച്ച് വിതരണം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. ഇസ്ലാമിക ഭരണകൂടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഇസ്ലാമിക ഭരണകൂടവും സക്കാത്ത് പിരിച്ചെടുത്ത് വ്യവസ്ഥ പ്രകാരം വിതരണം ചെയ്യുവാനുള്ള ഏർപ്പാടുകളും ഇല്ലാത്ത സ്ഥിതിക്ക് ഓരോരുത്തർക്കും താങ്കളുടെ സക്കാത്ത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ സ്വന്തം നിലക്ക് ചിലവഴിക്കാമെങ്കിലും സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുവാനുള്ള ഒരു സാമൂഹിക പദ്ധതി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എല്ലാ മുസ്ലിമീങ്ങളുടെയും ഒഴിച്ചുകൂടാനാവാത്ത കർത്തവ്യമാകുന്നു. ഇത് മൗദൂദി പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുന്നതിന്റെ 2 വർഷം മുന്നേ 39 മൗദൂദി ഇത് പറയുന്നത്. അപ്പൊ അന്ന് വരെ ഇങ്ങനൊരു സംവിധാനമില്ല. ഇസ്ലാമിക ഭരണകൂടത്തിലുണ്ട്, അവർക്ക് പല സംവിധാനങ്ങളുണ്ട്. ഇസ്ലാമിക രാജ്യം മാത്രമായ പോരാ, ശരീഅത്ത് പ്രകാരം ഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇസ്ലാമിക ഗവൺമെന്റിന് സക്കാത്ത് പിരിച്ചെടുക്കാനും അത് നിർബന്ധമായിട്ടും വാങ്ങിച്ചെടുക്കാനും തരാത്തവൻക്ക് നേരെ യുദ്ധം ചെയ്ത് ഗംഭീരമായ യുദ്ധം തന്നെ നടത്തി ബലമായി തന്നെ പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല അവർക്ക് കട്ടവന്റെ കൈ മുറിക്കാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല അവർക്ക് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലാനുള്ള അവകാശമുണ്ട്. അതൊന്നും നമ്മളുടെ പോലത്തെ ഒരു മതേതര രാജ്യത്ത്, ഇന്ത്യ പോലത്തെ ഒരു മതേതര രാജ്യത്തോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത ഒരു സ്ഥലങ്ങളിലോ ഒരു കാരണവശാലും അനുവദനീയമല്ല, പാടില്ലാത്തൊരു കാര്യമാണ്. ഇതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ 1400 വർഷം ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ജീവിച്ച മഹാപണ്ഡിതന്മാർ, സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലത്തെ വലിയ പണ്ഡിതന്മാർ, ലോകമറിയപ്പെട്ട പണ്ഡിതന്മാരുണ്ടായിട്ട് പോലും അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ചെയ്യുമ്പോഴും മൗദൂദി പിന്നീട് അവർക്ക് കണ്ടെത്തി കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സക്കാത്ത് ശേഖരിക്കുന്നതിനെ കുറിച്ചാണ്. അവര് സത്യസാക്ഷ്യം എന്നൊരു പുസ്തകമുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക്. മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയാണ് ശരി എന്ന് അവതരിപ്പിക്കാനും ഒരു സത്യപ്രസ്ഥാനവും ലോകത്തില്ലാത്തത് കൊണ്ട് അന്ന് പാകിസ്ഥാനിൽ വെച്ച് മൗദൂദി ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയത് മറ്റൊരു പ്രസ്ഥാനം, ശുദ്ധ പ്രസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണെന്നും പ്രസ്ഥാനമില്ലാതെ സംഘടനയില്ലാതെ നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടൊന്നും ഒരു കാര്യമില്ല, ഇസ്ലാമിന് പുറത്താണെന്നൊക്കെ മൗദൂദി എഴുതി വെച്ച ഒരു പുസ്തകമാണിത്. ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ മൗദൂദി പറയുന്നത് ഇതിന്റെ 37 പേജിൽ, സംഘടന കൂടാതെ ഇസ്ലാമില്ല, നേതൃത്വമില്ലാതെ സംഘടനയില്ല, അനുസരണയില്ലാതെ നേതൃത്വവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇഖാമത്തുദ്ദീനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് മൗദൂദി പറയാം, ഇഖാമത്തുദ്ദീനും സത്യസാക്ഷ്യ നിർവഹണത്തിനും വേണ്ടിയുള്ള ത്യാഗപരിശ്രമങ്ങൾക്കായി രൂപപ്പെടുന്ന സംഘടനയുടെ നേതാവിന് അമീർ എന്നോ ഇമാം എന്നോ ഉപയോഗിക്കുന്നത് തികച്ചും ശരിയും ന്യായവുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ, അത് ഇസ്ലാമിക ലോകത്തെ ഒരു അമീറാക്കി ഇയാൾ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണ്, എന്നാൽ ഇമാം എന്ന പദത്തിൽ ചില പ്രത്യേക അർത്ഥങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുള്ളത് നിമിത്തം കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി പ്രസ്തുത വാക്ക് ഉപേക്ഷിച്ച് അമീർ എന്ന പദമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയും, ഇவ்விധം സംഘടനയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക്, അന്ന് ഈ മൗദൂദിയാണ് ഈ അമീർ, അദ്ദേഹം പറയും, ഇவ்விധം തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് സക്കാത്ത് പിരിച്ചെടുക്കാൻ അവകാശമില്ലെന്നും ഇസ്ലാമിക ഗവൺമെന്റിന്റെ അമീറിന് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നും അതിവിചിത്രമായ ഒരു ആക്ഷേപവും ഇവിടെ കേൾക്കാൻ കഴിഞ്ഞു. ഇദ്ദേഹം ഒപ്പിച്ചുണ്ടാക്കുകയാണ്. അല്ല, ഇസ്ലാം എന്നല്ല, ഇദ്ദേഹത്തിന്റെ തലയിൽ, മൗദൂദി സാഹിബിന്റെ തലയിൽ ഊറി വരുന്ന ഒരു ആശയം അദ്ദേഹം അവതരിപ്പിക്കുകയാണ് സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാൻ, സക്കാത്ത് പിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ഞങ്ങളുടെ പരിപാടി ആക്ഷേപം പുറപ്പെടുപ്പിക്കുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. മുസ്ലിമീങ്ങളെല്ലാം അവരുടെ സക്കാത്ത് ബൈത്തുൽ മാലിൽ കൊണ്ടുവന്നടയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല.
ഞങ്ങളെ ഏൽപ്പിക്കാത്തവരുടെ സക്കാത്ത് വീടുകയില്ലെന്ന് ഞങ്ങൾ ഒരിക്കലും പുറത്തു പറഞ്ഞിട്ടില്ല. അത് സക്കാത്ത് ജമാഅത്തിന്റെ ബൈത്തുൽ മാലിൽ അടയ്ക്കണമെന്ന് ഞങ്ങളുടെ ജമാഅത്തിലെ അംഗങ്ങളോട് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അക്കാലം മുതൽ ജമാഅത്തിന്റെ അംഗങ്ങൾക്ക് മാത്രമായി ഒരു ബൈത്തുൽ മാൽ എന്ന സക്കാത്ത് സംവിധാനം മൗദൂദി ഏർപ്പെടുത്തുകയാണ്. 2000 മുതലാണ് കേരളത്തിലൊക്കെ സക്കാത്ത് എല്ലാവരോടും മേടിക്കിയതെങ്കിലും നേരത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരെ സക്കാത്ത് ആർക്കും കൊടുക്കില്ല. മറ്റുള്ളത് മുഴുവൻ മേടിച്ച് അവർ പുട്ടടിക്കെങ്കിലും അവരത് ആർക്കും അന്ന് മുതലേ കൊടുക്കില്ല. ജമാഅത്തിന്റെ 1ാമത്തെ കൊല്ലം മുതലേ അവരെ സക്കാത്ത് ആർക്കും കൊടുക്കില്ല. അവർക്ക് ഇത് അറിയുള്ളൂ, ഇതറിയില്ല എന്നർത്ഥം. കൊടുക്കാൻ അറിയില്ല, മേടിക്കാൻ അറിയില്ല അർത്ഥം. എന്നിട്ട് മൗദൂദി വീണ്ടും ന്യായീകരിക്കുക, നമസ്കാരം സംഘടിതമായി വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതിന് പകരം നിർവഹിക്കുന്ന ജനങ്ങളോട് നിർവഹിക്കാൻ പറയുമ്പോൾ എന്തുകൊണ്ട് സക്കാത്ത് ഒറ്റക്കെട്ടായി നിർവഹിക്കാൻ പറഞ്ഞുകൂടാന്ന് അദ്ദേഹത്തിന്റെ ഒരു ന്യായീകരണം. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, വരിസംഖ്യ പിരിക്കുകയാണെങ്കിൽ തരക്കേടില്ല, പ്രവേശന ഫീസും അംഗത്വ ഫീസും നിശ്ചയിക്കുകയാണെങ്കിൽ അതും നല്ലത്. പക്ഷേ അള്ളാഹും റസൂൽ നിശ്ചയിച്ച കർത്തവ്യം നിർവഹിക്കുവാനായി ഉത്ബോധിപ്പിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം നിഷിദ്ധം. എത്ര വിചിത്രമാണിത്! മൗദൂദി ചോദിക്കുക, മൗദൂദിക്ക് ദീനിലോ ഇസ്ലാമിലോ അല്ല പ്രമാണം. മൗദൂദി സാഹിബ് പറയുന്നത് മറ്റുള്ളവര് അംഗത്വ ഫീസും വരിസംഖ്യയും പ്രവേശന ഫീസും ഒക്കെ പിരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സക്കാത്ത് പിരിച്ചുകൂടാ? എന്തൊരു ന്യായാണ്! അദ്ദേഹം പറയാം, അങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി അണികളുടെ ഇടയിലൂടെ സക്കാത്ത് പിരിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നത്. 2000 ഒക്ടോബർ കേരളത്തിൽ 2000 ഒക്ടോബറിലാണ് ഈ സംവിധാനം അവർ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് 1984 ശരീഅത്ത് പതിപ്പ്, പ്രബോധനത്തിന്റെ ശരീഅത്ത് പതിപ്പിന്റെ കോപ്പിയാണിത്. ഇതിൽ സിദ്ദീഖ് ഹസൻ സാഹിബ് പറയുന്നുണ്ട്, ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഖുർആനിൽ കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം 1, പലിശ സംബന്ധമായ നിയമങ്ങൾ 2, പ്രതിക്രിയാ വിധികൾ എന്ന് വെച്ചാൽ കട്ടവന്റെ കൈവെട്ടുക, വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ പറ്റിയ വിഷയങ്ങളാണ് ഇസ്ലാമിൽ എന്ന് ശരീഅത്ത് പതിപ്പിൽ സിദ്ദീഖ് ഹസൻ സാഹിബ് അതിന്റെ 11ാമത്തെ പേജിൽ എഴുതുന്നു. 1984 1984 സക്കാത്ത് പിരിക്കാൻ പാടില്ല എന്നും അത് ഭരണകൂടത്തിന് മാത്രം ഉള്ളതാണ് എന്നും സിദ്ദീഖ് ഹസൻ എന്ന നേതാവ് പറയുമ്പോൾ 2000 ആകുമ്പോഴേക്ക് അവർക്ക് എവിടുന്നാണ് ഈ ഖുർആന്റെ ആയത്ത് കിട്ടിയത്? എങ്ങനെയാണ് അവർക്ക് ഈ സക്കാത്ത് പിരിച്ചെടുക്കാം? ഭരണകൂടമല്ലാതെ സക്കാത്ത് കമ്മിറ്റിക്ക്, ജമാഅത്ത് ഇസ്ലാമിക്ക് പിരിച്ചു വാങ്ങിച്ചിട്ട് പാവപ്പെട്ട കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ സക്കാത്ത് അത് പുട്ടടിക്കാം, അവർക്ക് മേടിച്ച് ശേഖരിച്ച് അവരതിൻ്റെ ഒരു മുതലാളിമാരാവാൻ ഈ സിദ്ദീഖ് ഹസൻ 84 എഴുതിയതിനു ശേഷം പിന്നെ അവരെ ഓഫീസിൽ ജിബ്രീൽ വന്നതാണോ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സക്കാത്ത് പിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തിന് മാത്രം പറ്റിയ സക്കാത്ത് പിരിച്ചെടുക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അവര് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലാനും കട്ടവന്റെ കൈമുറിക്കാനും സക്കാത്ത് തരാത്തവരോട് യുദ്ധം ചെയ്യാനൊക്കെ അവർ തയ്യാറാവണം. സക്കാത്ത് ഗൈഡ് എന്നൊരു പുസ്തകമുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ IPH ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കാണാം, ഇതിന്റെ 76ാമത്തെ പേജിൽ കാണാം, സക്കാത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത്, ആർക്കാണ് പിരിച്ചെടുക്കാനുള്ള അവകാശം എന്ന് ഫിഖ് പരമായി ഇദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഡോക്ടർ A ഹലീം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് വിവരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ബുക്കാണ്. ഒരു കാര്യം ഉറപ്പ്, ഇന്ന് നമ്മുടെ ലൈവിൽ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും സമസ്തയുടെ ഒരു ബുക്കും കടന്നു വരില്ല, സലഫികളുടെ പുസ്തകം കടന്നു വരില്ല, ലീഗിൻ്റെതോ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെയോ BJPൻ്റെയോ കോൺഗ്രസിൻ്റെ ഒന്നും വരില്ല. എല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് കടുത്ത വൈരുദ്ധ്യമാണ്, അതിലേറെ കാപഢ്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിമർശകന്റെ ബുക്കാണ്, സമസ്തക്കാരുടെ ബുക്കാണ്, സുന്നികളുടെ ബുക്കാണെന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഗൈഡ്, സക്കാത്ത് ഗൈഡ് എന്ന് പറയുന്ന ഈ തട്ടിപ്പ് ഗ്രന്ഥത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് സക്കാത്ത് ശേഖരിക്കാൻ 3 ടീമിന് മാത്രമേ അവകാശമുള്ളൂ. 1, ഭരണാധികാരിയെ അല്ലെങ്കിൽ ന്യായാധിപനെ ഏൽപ്പിക്കുക. ഒരു വഴി അതാണ്. 2ാമത്തെ വഴി പറയുന്നത് സക്കാത്ത് ദായകൻ, അതായത് ധനത്തിന്റെ ഉടമ നേരിട്ട് അവകാശികളെ കണ്ടെത്തി വിതരണം ചെയ്യുക. 3, സക്കാത്ത് ധനം വിതരണം ചെയ്യുന്നതിനായി സമ്പന്നർ 1 അതിൽ കൂടുതൽ ആളുകളെയോ ചുമതലപ്പെടുത്തുക. എന്ന് വെച്ചാൽ ഒരു മുതലാളിക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്, ഒന്നുകിൽ അയാൾ ഇസ്ലാമിക ഭരണ ലോകത്താണെങ്കിൽ അവിടുത്തെ ന്യായാധിപനെ, അവിടുത്തെ ഇമാമിനെ, അവിടുത്തെ അമീറിനെ, അല്ലെങ്കിൽ അവിടുത്തെ സക്കാത്ത് കമ്മിറ്റിനെ, ഇസ്ലാമിക രാജ്യത്തെ സക്കാത്ത് കമ്മിറ്റിനെ ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക. 3ാമത്തെ ഒരു വിഷയം, വലിയ മുതലാളിമാരും മറ്റും തിരക്കുള്ളവരൊക്കെ ആകുമ്പോൾ അവരേതെങ്കിലും ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ അല്ലെങ്കിൽ 2 ആളുകളെ വിളിച്ചേൽപ്പിക്കുക.
ഇന്ന നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഞാൻ അധികാരപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധമായിട്ട് ഏൽപ്പിച്ച് അവരെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച് അതിന്റെ കണക്ക് പഠിക്കുക, ഇയാൾ എന്നെ മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നാണ് ഇവരത്തുള്ളത് ഈ പുസ്തകത്തിൽ പറയുന്നത്. മാത്രമല്ല ഈ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ കാണാം, ഈ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ ജമാഅത്ത് ഇസ്ലാമി ഇദ്ദേഹം വിവരിക്കുന്ന സക്കാത്ത് അഥവാ പിരിച്ചെടുക്കാൻ അവകാശം ഇസ്ലാമിക ഗവൺമെന്റിന് ആയതുകൊണ്ട് തന്നെ അത് തരുന്നില്ലെങ്കിൽ അവരിൽ നിന്ന് ബലം പ്രയോഗിച്ച് മേടിക്കണം. സക്കാത്ത് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അത് ഒരാൾ അലസത കൊണ്ടോ മറ്റോ നീ തരാത്ത പക്ഷം അദ്ദേഹത്തിന് ചെയ്യേണ്ട പണി ജമാഅത്ത് ഇസ്ലാമി പറയുന്നുണ്ട്. അവരിൽ നിന്ന് ബലം ഉപയോഗിച്ച് സക്കാത്ത് പിരിച്ചെടുക്കേണ്ടതും അനുയോജ്യമായ ശിക്ഷ നൽകേണ്ടതും ഇസ്ലാമിക ഭരണകർത്താവിന്റെ ചുമതലയാണ്. ഒരു വിഭാഗം സക്കാത്ത് നൽകാൻ വിസമ്മതിക്കുന്നതോടൊപ്പം അവർക്ക് ശക്തിയും പ്രാബല്യവും ഉണ്ടെങ്കിൽ സക്കാത്ത് നൽകുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യേണ്ടതാണ്. ജമാഅത്ത് ഇസ്ലാമി അപ്പോൾ ഒരു കാര്യം ചെയ്യണം, മുസ്ലിമീങ്ങളെ സമ്പത്ത് വാരിക്കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് തരാത്ത കുറേ ആളുകൾ ഉണ്ടാവും, അവരോട് യുദ്ധം ചെയ്യാനും കൂടെ തീരുമാനിക്കണം. എന്നാലിപ്പോൾ അത് തീരുമാനമാവുള്ളൂ. നിങ്ങൾ എന്തായാലും ഒരു അമീർ ചുമതല ഇസ്ലാമിക ലോകത്തിന്റെ വലിയ ആളുകളായിട്ട് ഇറങ്ങിയതല്ല. നിങ്ങളെ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ഉണ്ടാക്കിയ അങ്ങനെ ഒരു ഫിത്ന നട്ട് വളർത്തിയ മുഹമ്മദ് അലി ഹാജി അദ്ദേഹം എഴുതാണ്, IPHന്റെ പുസ്തകമാണ്. അദ്ദേഹം പഞ്ചാബിൽ നിങ്ങളെ പട്ടാങ്കോട്ട് പോയപ്പോൾ അവിടെ മൗദൂദി ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാൻ പോയപ്പോൾ അദ്ദേഹം അനുഭവം പറയാണ്, ഇതൊരു കൊച്ചു ഇസ്ലാമിക രാഷ്ട്രമാണ്. മൗദൂദി ഉള്ള പട്ടാങ്കോട്ടിനെ പറ്റി പറയാം. ഇവിടെ പള്ളിയുണ്ട്, പഠനമുറിയും ഓഫീസും പ്രസിദ്ധീകരണശാലയും ഗ്രന്ഥശാലയും ആശുപത്രിയും എല്ലാം ഉണ്ട്. സകലതും നിയന്ത്രിക്കുന്നത് ജമാഅത്ത് പ്രവർത്തകരാണ്. വിശാലമായൊരു പ്രദേശമാണിത്. വിവിധ ഭാഷക്കാരും വ്യത്യസ്ത വേഷക്കാരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ചിലരെല്ലാം കുടുംബസമേതമാണ് താമസം. ഈ രാഷ്ട്രത്തിലെ ഖലീഫ മൗലാന മൗദൂദി സാഹിബാണ്. മൗദൂദി ഉള്ള കാലത്ത് അയാൾ ആ ചുറ്റുവട്ടത്തുള്ള ഒരു കിണറിന് ഒരു രാഷ്ട്രം എന്ന് പേരിട്ടിട്ട് അത് അവിടുത്തെ ഖലീഫയായി. ആരാണ് ഇസ്ലാമിക ലോകത്ത് ഖലീഫക്ക് എന്തെല്ലാം പവർ വേണം. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി സ്വപ്നം കാണുന്നത് അങ്ങനെയാണ്. അവര് മതരാഷ്ട്രം സ്വപ്നം കാണുന്ന ആളുകളാണ്. മതരാഷ്ട്രത്തിന്റെ ആ സ്വപ്നത്തിന്റെ ഭാഗമാണ് ഈ സക്കാത്ത് ശേഖരിച്ച് അവർ സൂക്ഷിക്കുക എന്നുള്ളത്. ഇനി ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് ശേഷി ഉണ്ടാകുമ്പോൾ യുദ്ധം ചെയ്യാനും പിടിച്ചെടുക്കാനും ഒന്നും അവർ മടിക്കില്ല എന്നർത്ഥം. പക്ഷെ ഇസ്ലാമിക ലോകത്ത് ഇതിനൊരു പഴുതുമില്ല. നിങ്ങൾ ബുദ്ധിപരമായി നമ്മൾക്കൊന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കേരളത്തില് സമസ്തകള്, EK വിഭാഗം, AP വിഭാഗം, സംസ്ഥാന വിഭാഗം, ദക്ഷിണ വിഭാഗം എന്നൊക്കെ സമസ്ത കേരളത്തിൽ പരന്നു കിടക്കുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സുന്നികളുടെ കീഴിൽ വിവിധ സംരംഭങ്ങൾ, വിവിധ സ്ഥാപനങ്ങൾ, മർക്കസ്, മഅ്ദിന്, ദാറുൽ ഹുദ, നൂറുകണക്കിന് സ്ഥാപനങ്ങൾ സമസ്തകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സമസ്തയുടെ പണ്ഡിതന്മാർ അല്ലെ സുന്നി പണ്ഡിതന്മാർ എത്ര ത്യാഗം ചെയ്താണ് സ്വദേശത്തും വിദേശത്തും പിരിവെടുക്കുന്നത്. അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ സക്കാത്ത് പിരിച്ചെടുക്കാനും അതുപോലെ തന്നെ സക്കാത്ത് ശേഖരിക്കാനും കോടിക്കണക്കിന് രൂപ ലഭ്യമാവാൻ അവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അറിയാത്തത് കൊണ്ടല്ല, മതത്തിൽ അങ്ങനെ ഒരു നിയമമേ ഇല്ല. അതാണ് ഇതിന്റെ ഗൗരവം, വലിയൊരു ഗൗരവമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നു, നിങ്ങൾ തലയിൽ തൊപ്പി വെക്കണോ താടി വെക്കണോ അത് സുന്നത്ത്, വെച്ചാലും വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. റവാത്തിബ് സുന്നത്ത് ളുഹറിന്റെ മുന്നിന് ശേഷം, അസറിന്റെ മുന്നേ, മഗ്‌രിബിന്റെ ശേഷം, ഇശാന്റെ മുന്നിന് ശേഷം ഇതൊക്കെ നിസ്കരിച്ചോ. നിസ്കരിച്ചില്ല വലിയൊരു കുഴപ്പമൊന്നുമില്ല, സുന്നത്താണ്. നിസ്കരിച്ചാൽ കൂരിട്ട് നിസ്കരിച്ചില്ല ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾ മക്ബറയിൽ പോയോ, സുന്നത്ത് പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓരോ വിഷയം അത്രേ ഉള്ളൂ. അതേസമയം ഈ സക്കാത്തിന്റെ വിഷയം, സക്കാത്ത് നമ്മൾക്ക് ധനമുള്ളവർക്ക് നിർബന്ധമായും കൊടുത്തേ പറ്റൂ. അത് ആർക്ക് കൊടുക്കണം, എപ്പം കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി വരഞ്ഞു കാണിച്ചിട്ടുണ്ടല്ലോ, പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് അതൊന്നും ചെവിട് കേൾക്കാതെ വല്ല ചാൻസും ഉണ്ടായിരുന്നെങ്കിൽ, വല്ല അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഈ മതപണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ അവരൊന്ന് ഉത്തരവിട്ടിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ സമസ്തയുടെ ബാങ്കിലേക്ക് വരുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ത്യാഗം ചെയ്ത് പ്രായം ചെന്ന കാലത്തും ജിഫ്രി തങ്ങളും കാന്തപുരം ഒക്കെ ഓടി നടന്ന് ഗൾഫിലും മറ്റൊക്കെ പോയിട്ട് ത്യാഗം ചെയ്ത് എത്തിമക്കളെയും മറ്റൊക്കെ പോറ്റാൻ കാരണം അത് ഈ സക്കാത്ത് മേടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി കോടിക്കണക്കിന് രൂപയാണ് വശീകരിച്ചു കൊണ്ടിരിക്കുന്നത്, പലരുടെയും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലേക്ക് അവര് ഒരു സമൂഹത്തിനെ കൊണ്ടുവരാൻ, ഇസ്ലാമിക ലോകത്തെ കൊണ്ടുവരാൻ പല തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ആദർശത്തെ മാത്രമല്ല പണയം വെച്ച് അവർ ഇസ്ലാം ദീനിനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ മഹാ തട്ടിപ്പ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി ഇവരുടെ സക്കാത്ത് ജിഹാദിനെതിരിൽ, മതരാഷ്ട്രം ഒരർത്ഥത്തിൽ മതരാഷ്ട്രം ഉണ്ടാക്കുന്നതിനെതിരിൽ നമ്മൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഇത് അവരുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് സക്കാത്ത് തത്വവും പ്രയോഗവും എന്നാണ്. അബ്ദുള്ള ഹസൻ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക് നേതാവ് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം
ജക്കാത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഇതിൽ വിശകലനം ചെയ്യുന്നു ഈ പുസ്തകത്തിന്റെ ചട്ടപ്പുറത്ത് അവർ എഴുതി വെച്ചത്. അബ്ദുള്ള ഹസൻ ചില്ലറക്കാരനൊന്നുമല്ല. IPH അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗം ഇറക്കിയ പുസ്തകം എഴുതിയ ഈ അബ്ദുള്ള ഹസൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണ്, പണ്ഡിതനാണ്, ഗ്രന്ഥകാരനാണ്. മാത്രമല്ല കുറ്റ്യാടി ഇസ്ലാമിക കോളേജിൽ പഠിച്ച ആളാണ്, ശാന്തപുരം കോളേജിൽ പഠിച്ച ആളാണ്, ഖത്തറിൽ പോയി ഉപരിപഠനം എടുത്ത ആളാണ്. 68 മുതൽ ജമാഅത്ത് ഇസ്ലാമിയിൽ അംഗാണ്. സംഘടനയുടെ കേന്ദ്ര പ്രതിനിധി സഭയും സംസ്ഥാന കൂടിയാലോചന സഭയിൽ അംഗാണ്. അപ്പൊ ചെറുതൊന്നല്ല, വലിയ ആളാണ്. അയാളെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ എഴുതിയത് തന്നെയാണ്. ഇതിന്റെ 157, 158 പേജ് ഞാൻ വായിക്കാം. ഞെട്ടിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ പുസ്തകത്തിലൂടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്തത്. കേട്ടോളൂ. ഇവർ സക്കാത്ത് തട്ടിപ്പിന് വേണ്ടി പാവപ്പെട്ട മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. സക്കാത്തിനെ കുറിച്ച് പറയാണ്. സക്കാത്ത് സംഭരണത്തിന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് സക്കാത്ത് ബൈത്തുൽ മാൽ പൊതു ഖജനാവിൽ ശേഖരിക്കുകയായിരുന്നു തിരുമേനി ചെയ്തത്. എന്ന് വെച്ചാൽ തിരുനബി തങ്ങളുടെ കാലത്തുള്ള കാര്യം പറയാം. എന്നാൽ ഒരു അനിസ്ലാമിക ഗവൺമെന്റ് ഈ ബാധ്യത ഏറ്റെടുത്ത് നടത്താതിരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ സ്വന്തമായി ഗവൺമെന്റ് ഇല്ലാത്ത ഒരു ന്യൂനപക്ഷമായി ജീവിക്കുകയോ ആണെങ്കിൽ സംഘടിതമായി നിസ്കാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനും ഇവർ ബാധ്യസ്ഥരല്ലെന്നോ ഇതിനർത്ഥം നമസ്കാരത്തിന്റെ കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാരും ഇക്കാലം വരെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. മറിച്ച് അതത് പ്രദേശങ്ങളുള്ള മുസ്ലിങ്ങൾ സ്വന്തമായി സംഘടിച്ച് പള്ളികൾ പണിയുകയും നമസ്കാരം വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്ന ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയുമാണ് ചെയ്തത്. എന്നാൽ എന്തുകൊണ്ടോ ഇതുപോലെ സമാനമായ സംവിധാനം സക്കാത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ടതായി കാണുന്നില്ല. എന്ന് വെച്ചാൽ ഇദ്ദേഹം കണ്ടെത്തുന്നത് ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിം ഭരണാധികാരികളൊക്കെ സക്കാത്ത് പിരിക്കുന്നുണ്ട്, അവിടെ നിസ്കാരം നിലനിർത്തുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട് എന്നതുപോലെ കേരളത്തിലെത്തുമ്പോൾ ഇവിടെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതേസമയം സക്കാത്ത് നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ഇവര് നടത്താനുള്ള വഴി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് സംവിധാനം ഒരുക്കുകയാണ് ചെയ്തത്. എന്നാൽ എന്തുകൊണ്ടോ ഇതുപോലെ സമാനമായ സംവിധാനം സക്കാത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ടതായി കാണുന്നില്ല. അധികാരത്തിന്റെ സമ്മർദ്ദമില്ലാതെ ധനം വസൂലാക്കാൻ പൂർണ്ണമായും സാധ്യമല്ലാത്തതും സമ്പത്തിനോടുള്ള അതിരറ്റ സ്നേഹം കാരണം ധർമ്മബോധ പ്രേരിതമായി സ്വമേധയാ ധനം ചെലവഴിക്കാൻ മുസ്ലിമീങ്ങൾ സന്നദ്ധരാവാത്തതും ഓരോ നാട്ടിലും സ്വയം സന്നദ്ധരായി ഇത്തരം സാമൂഹിക കാര്യങ്ങൾ നേതൃത്വം നൽകാൻ ഒരു വിഭാഗമെങ്കിലും മുന്നോട്ട് വരാത്തത് കൊണ്ടാണ് ഇതിന് കാരണം. ഇവർ പറയുന്നത് മുതലാളിമാർ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ്, പിശുക്കന്മാരായതുകൊണ്ടാണ്. ഏത് മുതലാളി അത്ര പിശുക്കാനുള്ളത്? ഈ കേരളത്തിലെ സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളും ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളും കേരളത്തിലെ മുസ്ലിം പ്രമാണിമാരാണ് ചെയ്യുന്നത്. യൂസുഫ് അലി സാഹിബും ഗൾഫാർ മുഹമ്മദ് അലി സാഹിബും അബ്ദുൽ വഹാബ് സാഹിബും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഓരോരുത്തരും പരമാവധി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് ആരും കൊടുക്കാത്ത പിശുക്കന്മാരായതുകൊണ്ട്. എന്നിട്ട് പറയാം, ഗവൺമെന്റ് ഇല്ലെങ്കിലും നമസ്കാരം മഹല്ലടിസ്ഥാനത്തിൽ നാം സംവിധാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് സക്കാത്തും സംവിധാനിക്കേണ്ടത്. ഇവരെ ബുദ്ധിയാട്ടോ, ഖുർആൻ പറഞ്ഞതോ ഹദീസ് പറഞ്ഞൊന്നല്ല, ഇവർ പറയാം. എന്നിട്ട് ഇവർ വീണ്ടും പറയുന്നു, ഗവൺമെന്റിന് പകരമാണ് സക്കാത്ത് സംഭരണ വിതരണത്തിന് വേണ്ടി രൂപവൽക്കരിക്കപ്പെടുന്ന കമ്മിറ്റി. ഏത്? ജമാഅത്ത് ഇസ്ലാമിന്റെ കമ്മിറ്റി ഗവൺമെന്റിന് പകരമാണത്രേ. ഗവൺമെന്റിനാവുമ്പോൾ അത് സുൽത്താൻ എന്ന ഒരു വ്യക്തിക്കാണ് നൽകുന്നത്, വ്യക്തിയല്ല കമ്മിറ്റി. അതുകൊണ്ട് കമ്മിറ്റിക്ക് നൽകിയാൽ സാധുവാകുകയില്ല എന്ന് ചില യാഥാസ്ഥികർ പറയാറുണ്ട്. അതാ യാഥാസ്ഥികർ എന്നറിയോ? 13 നൂറ്റാണ്ട് ജീവിച്ച മഹാപണ്ഡിതന്മാരെ പറ്റി യാഥാസ്ഥികർ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുത്താൽ വീടൂല, ഗവൺമെന്റ് ഇല്ലാതെ കൊടുത്താൽ വീടൂല എന്ന് പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി ഇവർക്ക്. എന്നിട്ട് പറയാം, ഇത് പക്ഷേ ഒരു നിലക്കും ശരിയല്ല. കാരണം ഗവൺമെന്റ് പോലെ തന്നെയാണ് കമ്മിറ്റിയും. ഗവൺമെന്റിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഉള്ളതുപോലെ കമ്മിറ്റിക്കുമുണ്ട് ഒരു പ്രസിഡന്റ്. അതിനാൽ ദുർബലമായി ന്യായം പറഞ്ഞ് കമ്മിറ്റിക്ക് സക്കാത്ത് നൽകുന്നത് നിരാകരിക്കാൻ പറ്റില്ല. ഇനി പറയാം, കമ്മിറ്റിക്കാർ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യില്ലെങ്കിലോ? ഒരു ചോദ്യമാണ് അത്. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനും മറുപടി ഉണ്ട് എന്നാണ് ചിലരുടെ സംശയം. സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ര വലിയ ഉറപ്പൊന്നും ലഭിക്കേണ്ടതില്ലെന്നാണ് തിരുനബിയുടെ ചര്യയിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നിട്ടൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഒരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ സക്കാത്ത് അങ്ങയുടെ ദൂതനെ ഏൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുന്നിൽ ഞാൻ കുറ്റമുക്തനാവുമോ? തിരുമേനി പറഞ്ഞു, അതെ, നിനക്കതിൻ്റെ പ്രതിഫലം കിട്ടി, കുറ്റം അതിൽ കൃത്രിമം ചെയ്തവർക്കാണ്. അപ്പൊ റസൂലുള്ളാന്റെ കാലത്ത് ഒരു സ്വഹാബി വന്നിട്ട് റസൂലുള്ളാനോട് ചോദിക്കുന്നു, എൻ്റെ സക്കാത്ത് ഞാൻ ഇവിടുത്തെ ബൈത്തുൽ മാലിലേക്ക് നബിതങ്ങളെ ഫണ്ടിലേക്ക് കൊടുത്താൽ ഞാൻ കുറ്റം വീടുമോ? അപ്പൊ റസൂലുള്ള വീട് കുഴപ്പമില്ല, ഇനി അവരെന്തെങ്കിലും തിരിമറി ചെയ്താൽ അവർക്കാണ് അതിന്റെ കുറ്റം എന്ന് പറഞ്ഞത് കോട്ട് ചെയ്തിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സക്കാത്ത് കൊടുത്താൽ ഇനി ജമാഅത്തുകാർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് വരുത്തി തീർക്കണം. ഇനി വീണ്ടും പറയാം, ഈ പുസ്തകത്തിന്റെ തന്നെ 158 പേജ് പറയാം. ചില സഹാബികളുടെ
നടപടികൾ ഈ കാര്യം ഒന്നുകൂടെ ഊന്നി പറയിപ്പിക്കുന്നു. ഇമാം നവവി അൽ മജ്മുഇൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ വായിക്കാം. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ത്വായിഫിൽ തന്റെ കൃഷി നോക്കാൻ ഏൽപ്പിച്ചിരുന്ന അശ്രിതനോട് ചോദിച്ചു, എന്റെ സമ്പത്തിന്റെ സകാത്ത് നീ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതിലൊരു ഭാഗം ഞാൻ അധികാരിക്ക് നൽകും, ഒരു ഭാഗം ഞാൻ സ്വന്തമായി നൽകുകയും ചെയ്യും. മുഗീർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, അവർ അതുകൊണ്ട് ഭൂമി വാങ്ങിക്കുകയും, ആര്? അധികാരികൾ. ഒരു സ്വഹാബിന്റെ കാലത്തുള്ള സംഭവം കേട്ടോ. അധികാരികൾ ഭൂമി വാങ്ങുകയും പെണ്ണ് കെട്ടുകയും ഒക്കെ ചെയ്യുകയാണ്. അത് മുഗീറ പറഞ്ഞു, അത് അധികാരികൾക്ക് തന്നെ നൽകുക, കാരണം അള്ളാഹുവിന്റെ റസൂൽ അത് അവർക്ക് കൊടുക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു വലിയ മഹാൻ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നോക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു, തോട്ടം നോക്കാൻ വേണ്ടി സകാത്ത് കൊടുക്കാൻ അയാളെ ഏൽപ്പിച്ചത്. ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ സകാത്ത് എന്താ ചെയ്യാറുള്ളത്? അപ്പൊ ആ തോട്ടം നോക്കുന്ന ആൾ പറഞ്ഞു, കുറച്ച് ഞാനെടുക്കും, കുറച്ച് അധികാരിക്ക് കൊടുക്കും. അപ്പൊ മുഗീർ റളിയല്ലാഹു അൻഹു എന്ന ഈ സ്വഹാബി പറയാണ്, നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ട, മുഴുവൻ അധികാരിക്ക് കൊടുത്തോളൂ. അത് കൊടുക്കാത്തതിന്റെ കാരണം എന്താ? അവർ ഭൂമി വാങ്ങിക്കുന്നതും കല്യാണം കഴിക്കുന്നതൊക്കെ ഇസ്ലാമിക ഗവൺമെന്റ് ആകുമ്പോൾ അതിന് ചില പരിധിയും പരിമിതിയും ചെലവാക്കുന്ന വിഷയം റൂട്ടൊക്കെ ഉണ്ടാവും. സ്വഹാബത്തിന്റെ കാലാണ്. ആ ഹദീസും ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് സകാത്ത് ഫണ്ട് പിരിക്കാനുള്ള എന്ത് യോഗ്യതയല്ല അതും ഇതും വെച്ചിട്ട്. സകാത്ത് ജമാഅത്ത് ഇസ്ലാമി എന്തോ ചെയ്തോട്ടെ, അത് ചോദിക്കാൻ അധികാരമില്ല, അവർക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പറയാണ്, വീണ്ടും ഹദീസുകളൊക്കെ കോട്ടി മാറ്റി അദ്ദേഹം കൊണ്ടുവരികയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, സഹൽ ബിൻ സഅദ് തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സകാത്ത് ബാധകമാവുന്ന അത്ര സമ്പത്ത് ഒരിക്കൽ എന്റെ കയ്യിൽ ഒരുമിച്ച് കൂടി, ഞാൻ അത് തനിച്ച് വിതരണം ചെയ്യുകയോ അതല്ല അധികാരികൾക്ക് കൊടുക്കുക, അധികാരിയാണ് ഇസ്ലാമിക ഗവൺമെന്റ്, അധികാരികൾക്ക് കൊടുക്കുകയോ ഏതാണ് വേണ്ടതെന്ന് സഅദ് ബിൻ അബി വഖാസ്, എല്ലാവരും സ്വഹാബി കേട്ടോ, നിങ്ങൾ കേട്ടോളൂ ഓരോ സ്വഹാബത്തിന്റെ പേരും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ മകനാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ഈ സകാത്തിന്റെ മുതലൊക്കെ എപ്പോഴും സൂക്ഷിക്കുന്ന മഹാനാണ്. ഇങ്ങനെ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരോടൊക്കെ ചോദിച്ചു നോക്കി, അവരോടൊക്കെ ചോദിച്ച് എന്താ ചെയ്യേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു, ഈ അധികാരികൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ആർക്കാ കൊടുക്കേണ്ട? അധികാരികൾ ചെയ്യുന്നത് നമ്മളൊക്കെ കാണുന്നതല്ലേ. അപ്പോ അവർക്ക് തന്നെ കൊടുക്കണമെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്, ഈ സ്വഹാബത്തൊക്കെ പറഞ്ഞത്. അതൊന്നും കുഴപ്പമാക്കണം, നീ അവിടെ തന്നെ കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും പറയാണ് മൗദൂദി ഈ പുസ്തകത്തിൽ പറയാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, അധികാരികൾ കള്ളു കുടിച്ചാലും, കേട്ടോണേ, ജമാഅത്ത് ഇസ്ലാമിക്കാരെ എഴുതി വെച്ച പരിപാടി അതൊക്കെ, അധികാരികൾ കള്ളു കുടിച്ചാലും സകാത്ത് അവർക്ക് തന്നെ നൽകണമെന്ന് ഇബ്നു ഉമർ ഫത്വ നൽകിയതായി ബൈഹഖി പ്രബലമായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്തത് ഇമാം നവവി ഉദ്ധരിക്കുന്നു. അതിനാൽ അതിദുർബലമായ ന്യായങ്ങൾ പറഞ്ഞ് ഇന്നിപ്പോൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ശക്തി പ്രാപിച്ചു വരുന്ന സംഘടിത സകാത്ത് വിതരണ സംരംഭങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് മിതമായി പറഞ്ഞാൽ സമുദായ ദ്രോഹമാണ്. എല്ലാവരും കേട്ടോളനെ. അധികാരികൾ കള്ളുകുടിച്ച്, ഈ ജമാഅത്ത് പിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനെ ന്യായീകരിക്കുകയാണ്. ഇവർ കള്ളു കുടിച്ചാലും, ഇവർ ഖാലിദ് മൂസ പറഞ്ഞ പോലെ വെട്ടി മാറ്റിയാലും കട്ട് മാറ്റിയാലും അതൊന്നും ചോദിക്കാൻ പറ്റില്ല, അതിന്റെ പേരിലൊന്നും സകാത്ത് മുടക്കാൻ പറ്റില്ല. മുടക്കുന്നത് മിതമായി പറഞ്ഞാൽ സമുദായ ദ്രോഹമാണല്ലോ. എവിടുന്നാണ് ഇവരൊക്കെ ഇതൊക്കെ പഠിച്ചത്? നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളെ സമ്പത്ത് കോടിക്കണക്കിന് രൂപ. ഇവർ 2000 സകാത്ത് സെല്ല് രൂപീകരിക്കുമ്പോൾ, ഇവരുടെ ഹിറാ സെന്ററിൽ വെച്ച് രൂപീകരിക്കുമ്പോൾ ഇവർക്ക് ആ വർഷം തന്നെ 5.5 ലക്ഷം രൂപ കിട്ടി. ജമാഅത്ത് ഇസ്ലാമിക്കാരെ സകാത്ത് വേറെ തന്നെ ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു, അവരെ സകാത്ത് വേറെ തന്നെയാണ്, അവർ വേറെ ആർക്കും കൊടുക്കൂല, അവരെന്നെ തിന്നലാണ്. ഇനി മറ്റുള്ളവരത് അവർ മേടിച്ചതാണ് ഈ 5.5 ലക്ഷം. 10 വർഷം കഴിഞ്ഞപ്പോഴേക്ക് 2000 തുടങ്ങിയത് 2012 ആയപ്പോഴേക്ക് 1,80,00,000 ഒരു വർഷത്തിൽ അവർക്ക് കിട്ടി, ഒറ്റ വർഷം. 2013 ആയപ്പോഴേക്ക് 3 കോടി രൂപ, അവരുടെ ഉത്തരവാദിത്തപ്പെട്ട കണക്കാണ്, 3 കോടി രൂപയാണ് ഇപ്പൊ ഇത് ഈ സംഘം ഉണ്ടാക്കി 10 വർഷം ആകുമ്പോഴേക്കും ഉണ്ടായി. ഇപ്പം കിട്ടുന്നത് കോടികൾ. അപ്പോൾ 4 വർഷം മുന്നേ അവർ സകാത്ത് സമ്മേളനം നടത്തിയപ്പോൾ കൊടുത്ത കണക്ക്, സകാത്ത് ശേഖരിക്കുന്ന പല സംഘടന കൂടി ശേഖരിക്കുന്നത് 150 കോടിയാണ് ഇത്ര ഒരു വർഷത്തിൽ. അത് അത്ര പോരാ, 10% ആയിട്ടുള്ളൂ. 1500 കോടി ഒരു വർഷം എല്ലാവരും കൂടെ ശ്രമിച്ചാൽ, ഒന്നും കൂടെ ആട്ടിപ്പിടിച്ചാൽ കിട്ടുന്നാണ് സകാത്ത് സമ്മേളനത്തിൽ ഇവർ എറണാകുളത്ത് നിന്ന് പുറത്തു വിട്ട കണക്ക്. 1500 കോടി എന്ന് പറഞ്ഞാൽ അത്രയും കോടികളുള്ളവർക്ക് എന്തും ചെയ്തൂടെ? അത്രയും കോടികൾ കൈ കിട്ടുമ്പോൾ ഗൾഫ് പോകണ്ട, പിരിവിന് പോകണ്ട, എങ്ങോട്ട് പോകണ്ട, ഇസ്തിരി ചുളിയണ്ട, ഇവർക്ക് മാധ്യമം നടത്താൻ പറ്റും, എന്തും നടത്താൻ പറ്റും. ഖാലിദ് മൂസ പറഞ്ഞാൽ മാധ്യമത്തിലൊക്കെ എന്ത് അഴിമതി നടന്നാൽ എന്താ കുഴപ്പം? കോടികളല്ലേ വന്ന് വീകുന്ന. ഒരു 1-2 അക്കൗണ്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇട്ടോളി എന്ന് പറയും. സുന്നികൾ ഭീഷണിയില്ല, അവർ വാങ്ങിക്കുന്നില്ല, മറ്റുള്ള സംഘടന മേടിക്കുന്നില്ല, മറിച്ച് ഒരാളും മേടിക്കുന്നില്ല. പ്രളയം ഉണ്ടായപ്പോൾ അല്ല മറ്റുണ്ടായപ്പോഴൊക്കെ ഓരോ സംഘടനകൾ ഞങ്ങൾ 10 കോടി ഉണ്ടാക്കും, ഞങ്ങൾ 1000 വീടുണ്ടാക്കും, 500 വീടുണ്ടാക്കും എന്നൊക്കെ ജമാഅത്തിന്റെ അമീറും ചാടി വീണ് ഞങ്ങളും ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ ഇത് പിരിച്ചിട്ടുണ്ടാക്കണമല്ല. പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് കിട്ടേണ്ട സക്കാത്ത് സമ്പത്ത് കൊള്ളയടിച്ചിട്ട് ഞങ്ങളത് ചെയ്തോളാന്ന് അതിന്റെ ആകത്തുക. ഇങ്ങനെ സക്കാത്ത് സമ്പത്ത് വലിച്ചെടുത്തിട്ട് മുസ്ലിമീങ്ങളെ കൊള്ള ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്നർത്ഥം. ഇനിയും ഓരോ വിഷയങ്ങളും നമുക്കിന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയെ 8 വിഭാഗത്തിന് 8 അവകാശികളാണ് സക്കാത്തിനുള്ള. എല്ലാവർക്കും അറിയാലോ.
ഒന്ന് ഫക്കീറാണ്, മിസ്കീനാണ്, മറ്റൊന്ന് കടക്കാരനാണ്, പുതുമുസ്ലിമാണ്, അതുപോലെ തന്നെ അടിമത്തത്തിനെ മോചിപ്പിക്കാനാണ്, യോദ്ധാക്കൾ, മുസ്ലിം യോദ്ധാക്കൾക്കാണ്, സക്കാത്തിന്റെ ജോലിക്കാർക്കാണ്, അതുപോലെ യാത്രക്കാർക്ക്, ഇങ്ങനെ 8 വിഭാഗമാണ്. അതേസമയം ഇന്ന് ആധുനിക പണ്ഡിതന്മാർ എണ്ണിയത് ആ 8 വിഭാഗം ഇല്ല, 4 വിഭാഗമേ നാട്ടിലൊക്കെ ഉള്ളൂ. അതിൽ പലരുമില്ല. അടിമയെ മോചിപ്പിക്കുന്ന സംവിധാനം ഇപ്പം ഇല്ലല്ലോ, യോദ്ധാക്കൾ ഇപ്പം ഇല്ലല്ലോ, യാത്രക്കാർ, പഴയ കാലത്ത് ഒട്ടകത്തും കുതിരപ്പുറത്ത് പല സ്ഥലത്ത് യാത്ര ചെയ്ത് അവശരായി കിടക്കാൻ പോലും സ്ഥലമില്ലാതെ പലരും കുടുങ്ങാറുണ്ട്. ഇന്നത്തെ ഈ ഹോട്ടൽ സംവിധാനങ്ങളും വാഹനങ്ങളൊക്കെ ഉള്ള ഇന്ന് ആ സംവിധാനം ഇല്ല. അപ്പൊ യാത്രക്കാരും ഇന്ന് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ ഉള്ള 4 വിഭാഗത്തിന് ഓഹരി വെച്ച് കൊടുക്കേണ്ട, അതും അവനവന്റെ നാട്ടിൽ അവനവന്റെ പരിസരത്ത് കൊടുക്കേണ്ട പണം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ വസൂലാക്കി കൊണ്ടുപോയിട്ട് അവരെ ബാങ്കിൽ ഇടിക്കുന്നതിന് ഇസ്ലാമികപരമായി ഇവരെന്ത് ഖലീഫയാണ്, ഇവരാരാണ് മുസ്ലിമീങ്ങളെ ചുമതലയേൽപ്പിച്ചത്, ഇവരെ ആരാണ് ഇസ്ലാമിക ഭരണാധികാരികളെ ഏൽപ്പിച്ചത്? ഓരോരുത്തരും ഓരോ രീതി. ചേകനൂരും പറഞ്ഞത് ഖുർആൻ തന്നെയാണ്, ഹദീസ് തന്നെയാണ്. അയാളെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു നിസ്കാരം 3 വക്തേ ഉള്ളൂ, സുബി തന്നെ സൂര്യനെ ഉദിച്ചിട്ടാ വേണ്ടത്. അയാൾക്കും കിട്ടി കുറച്ച് ആളുകളെ. ഖാദിയാനി, മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്നിട്ട് അയാൾ കാഫിർ, അയാളും കുറെ ഖുർആനൊക്കെ ഓതി കുറെ വിഷയമൊക്കെ പറഞ്ഞ അയാൾ നബിയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന് അയാൾക്കും കിട്ടി കുറെ ആളുകളെ. ഇപ്പുറത്ത് വന്നിട്ട് ഷിയാക്കളെ കുറിച്ച് കഴിഞ്ഞ ഒരു വിഷയത്തിൽ പഠിച്ചു നോക്കിയ 14 വിഭാഗമുണ്ട്. അവരും ഖുർആനാണ് ഓതുന്നത്. ഇപ്പോഴത്തെ നമ്മളെ ഖുർആൻ യഥാർത്ഥ ഖുർആനല്ല, ഫാത്തിമ ഖുർആൻ എന്ന് പറഞ്ഞൊരു ഖുർആൻ ഉണ്ട്. അത് ഇമാമിന്റെ അടുത്ത് ആകാശത്തിലുള്ള ക്യാമനാറാകുമ്പോൾ ഇറങ്ങും 3 ഇരട്ടിയുള്ള ഖുർആനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീം, അവർക്കും കിട്ടി കുറെ മുസ്ലിമീങ്ങളെ. ഓരോരുത്തരും ഓരോ രീതിയിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് വികലമാക്കാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വികലമാക്കുന്നത് സമ്പത്ത് കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ നമുക്കറിയാം, ഈ അടുത്ത കാലം വരെ 1985 വരെ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യൽ ഹറാമാണെന്നോ അല്ലെങ്കിൽ വോട്ട് ചെയ്യൽ വളരെ മോശപ്പെട്ട കാര്യം, നമുക്ക് സ്വന്തം പാർട്ടിയിലേറ്റെന്നല്ല പറഞ്ഞു, ഷിർക്കാണെന്ന് പറഞ്ഞു. ഷിർക്ക് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാവും അത് ചെയ്താൽ. അങ്ങനെ മുശ്രിക്കാകുന്ന പണിയെന്നും പറഞ്ഞ് മുസ്ലിമീങ്ങളെ മാറ്റി വെച്ചു. മാത്രമല്ല സർക്കാർ ജോബ് ഉദ്യോഗസ്ഥന്മാരാകാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകളെ സർക്കാർ തലത്തിൽ നിന്ന് ഇവർ പിന്നോട്ട് വലിപ്പിച്ചു. മാത്രമല്ല ഭൗതിക കലാലയങ്ങളിൽ പോയി പഠിക്കരുത് എന്നിവർ പറഞ്ഞു, ഭൗതിക ബിരുദമൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഡാർക്ക് യുഗത്തിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോയിട്ട് ഇന്നും ഉത്തരേന്ത്യയിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ റിക്ഷ വലിക്കാരും വെള്ളം വണ്ടി വലിക്കാരും ആയതിന്റെ കാരണം ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇവരെ നേതാക്കന്മാർ പഴയ കാലത്ത് ഫത്വ കൊടുത്തതാണ്. പിന്നെ അതൊക്കെ പാടെ കണ്ടിന്യൂ ഒരു 85 ആകുമ്പോഴേക്കും ഒരു തൗഹീദായിട്ടാണ്ട് വന്ന് വോട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് പോയി സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ ഒരു നിലപാടില്ലാത്ത പ്രസ്ഥാനം. ഏത് രീതിയിലാണ് നമ്മൾ അവരെ ഉൾക്കൊള്ളുക, മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളുക? അവർക്ക് ഇസ്ലാമിനെ പറ്റി പറയാൻ എന്ത് അവകാശമുള്ളത്? മൗദൂദി തന്നെ അദ്ദേഹത്തിന്റെ അറബിയിൽ പോലും ഉന്നതമായ അവഗാഹമില്ലായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ FB-ലൊക്കെ അതിനെപ്പറ്റി സംവാദങ്ങൾ മറ്റൊക്കെ അടുത്ത് കുറെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. തെറ്റുകൂടാതെ അറബി പോലും കൈകാര്യം ചെയ്യാൻ അറിയാത്ത മൗദൂദി 18 വയസ്സ് മുതൽ കുറെ കാലം യുക്തിവാദിയായിരുന്നു എന്ന്. അദ്ദേഹം 9 വയസ്സ് മുതൽ ആകെ പഠിച്ച് 11.5 വയസ്സ് വരെ 3.5 കൊല്ലം ഉറുദു മീഡിയയിലാണ്. അതിന്റെ അപ്പുറം ഇപ്പുറം അയാൾ പഠിച്ചില്ല, വീട്ടിൽ നിന്ന് കുറച്ച് ട്യൂഷൻ നേരത്തെ. പിന്നെ അയാൾ യുക്തിവാദിയായി, പരിഷ്കാരി പെണ്ണിന്, അക്കാലഘട്ടത്തിൽ വട്ടിപ്പലിശക്കാരന്റെ മകള് അവർത്തൊന്നും മറക്കാതെ സൈക്കിൾമ പോകുന്നൊക്കെ ഒരു പെണ്ണിന്, കുടുംബത്തിൽപ്പെട്ട പരിഷ്കാരി പെണ്ണ്, അറിയാതെ കിട്ടിയല്ല അറിഞ്ഞുകൊണ്ട്. കാരണം മൗദൂദി അങ്ങനെ ആയിരുന്നു, അദ്ദേഹത്തിന് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മൗദൂദി നേരത്തെ എഴുതി, അദ്ദേഹത്തിന്റെ 45 വയസ്സ് വരെ എഴുതിയ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകമുണ്ട്, ജിഹാദൊക്കെ ഉൾപ്പെടെ പല പുസ്തകമുണ്ട് ഒക്കെ ഒരുവിധം. അതിനെപ്പറ്റി യൂസുഫുൽ കർലാവി പറഞ്ഞത് മൗദൂദിയുടെ പല പുസ്തകങ്ങളും വൈകാരിക തള്ളിച്ചയായിരുന്നു എന്നാണ്. മൗദൂദിയെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പോലും വേണ്ട. മൗദൂദിയെ പറ്റി ടി ആരിഫ് അലി എന്ന് പറയുന്ന കഴിഞ്ഞ ജമാഅത്ത് ഇസ്ലാമി അമീർ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് മൗദൂദിയുടെ വീക്ഷണങ്ങളും ലിഖിതങ്ങളും ഞങ്ങൾക്ക് പ്രമാണമല്ല എന്നാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ 100 ചില്ലാൻ പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ എന്തോ കോത്താമ്പി സംഭവമാണ്. ഇതൊരു 10-25 പുസ്തകമാണ് ഇത്. ഒക്കെ 14 പേജ് 20 പേജ് 30 പേജൊക്കെ ഉള്ള സംഭവം. ഇങ്ങനെ 120 അയാൾ പ്രസംഗിച്ചോ നടന്നോ പോയതോ എഴുതിയൊക്കെ പുസ്തകമാക്കി വിൽക്കുക. പുസ്തക വിൽപ്പന തന്നെയായിരുന്നു അയാളെ പണി. അയാളെ മക്കൾ പോലും ജമാഅത്ത് കൂടിയില്ല എന്നാണ്. ഇങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഒരു ആത്മീയ ബിസിനസ്സിന് ഇറങ്ങിയതാണ്, ആത്മീയ ചൂഷണ കച്ചവടത്തിന് ഇറങ്ങിയതാണ്. അദ്ദേഹം 1941 ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുമ്പോൾ എല്ലാവരെ കൊണ്ട്, അവിടെയുള്ള 75 ആളെ കൊണ്ട് എപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നവ മുസ്ലിം ആകുക, ഞാൻ ഒരു പുതിയ ഇസ്ലാമി ആവുക, ഞാൻ കലിമല്ലാന്ന് ഷാത്ത് കലിമൊക്കെ ചൊല്ലി അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് കലിമ ചെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ച ആ ദിവസം വരെയുള്ള 1400ഓളം കൊല്ലം പഴക്കമുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമും യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് അദ്ദേഹം വരുത്തി തീർക്കാണ്. മൗദൂദി സാഹിബിന്റെ ഇതൊക്കെ പൂർണ്ണ തെളിവോട് കൂടെ ഇട്ടാ. ഞാൻ എൻ്റെ FB-യിൽ അതൊക്കെ പലപ്പോഴായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആർക്കും ചോദിച്ചാലൊക്കെ പോസ്റ്റ് തരും. എല്ലാം തെളിവോട് കൂടെ, എല്ലാ ജമാഅത്ത് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ കണ്ട വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ മൗദൂദിയും മൗദൂദികളെയും എങ്ങനെയാണ് നമ്മൾ സക്കാത്ത് ഏൽപ്പിക്കേണ്ടത്? ഇത് നമ്മളെല്ലാവരും ഗൗരവത്തിലായിട്ട് എടുക്കണം. ഒരു തൊപ്പി വെക്കണോ, താടി വെക്കണോ, കൈ ഇവിടെ കെട്ടണോ, ഇനി കെട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? സുന്നത്താണ്. മുസ്ലിമീങ്ങളെ സക്കാത്ത് സമ്പത്ത് 2 പ്രശ്നമാണ്. ഒന്ന് കൊടുക്കുന്ന ആള്, അതിന്റെ ദാതാവ്, അയാൾ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാവില്ല, അയാളെ എന്നേക്കും ദുനിയാവിലും ആഖിറത്തിലും കുടുങ്ങും. മറ്റൊന്ന് അത് ലഭിക്കേണ്ട പാവപ്പെട്ട 8 വിഭാഗക്കാര്, അതിൽ 4 ആണെങ്കിൽ 4,
ആ വിഭാഗക്കാരന് അത് എത്തിച്ചു കൊടുക്കാൻ ഇസ്ലാം കർശനമായി കർക്കശമായി കൃത്യമായി പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഇവരെ കൊണ്ട് ബാങ്കിൽ വെക്കാൻ എന്ത് നിയമമുള്ളത്? നിങ്ങൾ വിചാരിക്കും 1,00,000 റുപ്യ ഉള്ളവന് 2,500 റുപ്യ 2.5%, അതൊന്നുമല്ല. ഒരു വലിയ മുതലാളി, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പറയാം, ഒരു ഇവിടുത്തെ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങൾ സക്കാത്തിന്റെ പരിപാടി ഉണ്ട്, ഞങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷങ്ങൾ സക്കാത്ത് മേടിക്കുക, എത്ര കോടികൾ. യൂസുഫ് അലി സാഹിബിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ എത്ര കോടികൾ ഉണ്ടാവും? ഒരു സമ്പത്തിന് ബാങ്കിലുള്ള പൈസക്ക് മാത്രമാണ് ഒരു 40 ലക്ഷം റുപ്യ ഉണ്ട്, 1 ലക്ഷം റുപ്യ ഉണ്ടാവും പൈസ മാത്രമാണെങ്കിൽ. എത്ര കോടിന്റെ അതിനനുസരിച്ച് ഓരോ 2.5% ഉണ്ടാവും. പിന്നെ അവിടുത്തെ കൃഷികൾ, കുരുമുളക്, സ്വർണം, 40 ആടുണ്ടെങ്കിൽ ഒരു ആട്, 30 പശു ഉണ്ടെങ്കിൽ ഒരു പശു, 25 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരു ഒട്ടകം, എല്ലാവിധ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനുള്ള വരുമാനം, അത് ഇത് മറ്റും മറിച്ച് പല വിധത്തിൽ കോടിക്കണക്കിന് രൂപ ഒരാളിൽ തന്നെ അവർക്ക് കിട്ടാണ്ടാവും. കോമ്പറ്റീഷൻ ഇല്ല, വേറെ ആരും മേടിക്കുന്നില്ല, ഒരാളും ഭീഷണിയില്ല. മറ്റുള്ള എല്ലാ വിഷയത്തിനും ഭീഷണി ഉണ്ടല്ലോ, ഇതിന് ഭീഷണി ഇല്ല. ഇങ്ങനെ തുറന്നു വെച്ചെടുത്താൽ മതി. എന്നിട്ട് വലിയ വലിയ കണക്കുകൾ ഉണ്ടാക്കി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, പ്രളയത്തിന്റെ സമയത്ത് അങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെ കണക്ക് ഞാൻ സമയം ഉണ്ടെങ്കിൽ ഓരോന്നും ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ വിഭാഗത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറയാനോ ഇത് ശേഖരിക്കാനോ മുസ്ലിമീങ്ങൾ അനുവദിക്കരുത്. അവരെ ബലമായി പിടിച്ചു കെട്ടണം. അവർക്ക് ഇസ്ലാമില്ല. അവർ പുതിയ ഇസ്ലാം മൗദൂദി നവ മുസ്ലിമായിട്ട് രംഗത്ത് വന്ന ആളാണ്. അദ്ദേഹം ആലിമല്ല. അദ്ദേഹത്തിൻ്റെതായ അറബിയിൽ ഒരു കിതാബില്ല, അറബിയിൽ ഒരു രചനയില്ല, അറബിയിൽ ഒരു പ്രസംഗമില്ല, അറബിയിൽ ഒരു ക്ലാസ് ഇല്ല. അദ്ദേഹം അറബി പഠിച്ചതായിട്ട് തെളിവില്ല. അദ്ദേഹം ആരെയും അറബി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അദ്ദേഹം ചാർ ബുനിയാദി ഇസ്തിലാഹ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മുൻകാല പണ്ഡിതന്മാരെ മുഴുവൻ അവഗണിച്ചിട്ട് അവർക്കൊന്നും ഖുർആനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു വിഡ്ഢിത്തരമാണ് അദ്ദേഹം എഴുതി വെച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ ജമാഅത്തുകാർക്ക് തന്നെ അദ്ദേഹം ഒരു വിൽപ്പന ചരക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലിഖിതങ്ങളും വീക്ഷണങ്ങളും ഞങ്ങൾക്ക് പ്രമാണമല്ലാന്ന് ജമാഅത്തുകാർക്ക് പറയേണ്ടി വന്നത്. നിങ്ങൾ എന്ത് ചോക്കൂ, ലോകത്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവിനെ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെ താഴെഘട്ടയിൽ ഒരു അനുയായി അദ്ദേഹത്തിന്റെ ലിഖിതം വീക്ഷണം ഞങ്ങൾക്ക് പുത്തരിയല്ല, ഞങ്ങൾക്ക് അദ്ദേഹം പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു പറ്റും? എന്ത് പ്രസ്ഥാനമാണിത്? അടുക്കും ചിട്ടിയുള്ള പ്രസ്ഥാനമാണ്? ഒരു അടുക്കും ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു കാരണവശാലും അവരെ പിരിക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഇതൊരു കേരളത്തിൽ ഒരു ആളിക്കത്തുന്ന വിഷയമാക്കി മാറ്റണം. ഇനി ഞാൻ പറയട്ടെ, ഇവര് കൊടുക്കുന്ന സക്കാത്തിന്റെ വിഭാഗത്തിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ആർക്കാണ് 8 വിഭാഗത്തിന് ജമാഅത്ത് ഇസ്ലാമി കൊടുക്കുന്നത് എന്ന് ഓരോന്ന് ഇങ്ങനെ ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി കൊടുക്കുന്നത് ഇവരെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ തത്വവും സക്കാത്ത് തത്വവും പ്രയോഗവും എന്ന് പറയുന്ന ഈ 8 വിഭാഗത്തിൽ, അത് ഈ പുസ്തകത്തിന്റെ 8 വിഭാഗം ഇവർ എണ്ണുന്നുണ്ട്. ഈ എണ്ണുന്നതൊക്കെ വലിയ കൗതുകമാണ്. ഇവർക്ക് പറ്റിയ രീതിയിലാണ് വിഭാഗം ഉണ്ടാക്കുന്നത്. പണ്ഡിതന്മാര് ഇത് ഓരോ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട്, പക്ഷെ ഇവർ അതിന് ഓരോ വ്യാഖ്യാനം കൊടുത്തിട്ട് അത് ഇവരെ ഫണ്ടിലേക്ക് ചാടിക്കാനുള്ള ഓരോ ശ്രമങ്ങളാണ്. ഇതിന്റെ സക്കാത്ത് വിതരണം എന്ന് പറഞ്ഞിട്ട് 161 പേജ് മുതൽ ഇങ്ങനെ പറയാണ്. 1ഉം 2ഉം വിഭാഗം ഫുക്രാവും മസാക്കീനുകളുമാണ്. എന്ന് വെച്ചാൽ മിസ്കീമാര്, പാവങ്ങൾ, ദരിദ്രർ, ആ വിഭാഗത്തിനെ പറ്റി ഇവർ പറയുന്നത് സാധുക്കളായ ദരിദ്രന്മാരായ 2 വിഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ മസാക്കി എന്ന് പറഞ്ഞ, മിസ്കീൻ എന്ന് പറഞ്ഞ വിഭാഗം അത് ഹിന്ദുക്കളാണ് എന്ന് ഇവർക്ക് ചെറിയ അഭിപ്രായം, ഈ പുസ്തകം എഴുതിയവർക്ക്. എന്നിട്ട് പറയുന്നത് സക്കാത്തിന്റെ ഫണ്ട് കൊണ്ട് ഹിന്ദുക്കൾക്ക്, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത്. അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് 161 പേജിൽ അത് ന്യായീകരിക്കുന്നു. അതിന്റെ പുറമെ അത് ഈ പുസ്തകത്തിന്റെ 173 മുതൽ 177 വരെയുള്ള പേജുകൾ അത് ന്യായീകരിക്കാണ്. അമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണത്രേ എന്ന് ഇദ്ദേഹം പറയാം. അമുസ്ലിമീങ്ങളിൽ ആർക്കും സക്കാത്തിന്റെ ഒരു വിഹിതവും ഒരിക്കലും കൊടുക്കാൻ പാടില്ലെന്നാണ് ചില പണ്ഡിതന്മാരുടെ പക്ഷം. ആരായി പണ്ഡിതന്മാരെ അറിയാം? മുൻകാലത്തെ പണ്ഡിതന്മാരെ പറ്റിയാ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം കുറേ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിലൂടെ ചിന്തിച്ചാലും സക്കാത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്ന വാദം ശരിയല്ലെന്നാണ് മനസ്സിലാവുക, മുസ്ലിമീങ്ങൾക്ക് കൊടുക്കണം എന്നാണ്. പിന്നെ ഇയാൾ ഒരുപാട് പറയുന്നുണ്ട്. ജയിലുകളിൽ അക്കാലത്ത് അമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്ന അവർക്ക് റസൂലുള്ളാഹി കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ച് അവസാനം അദ്ദേഹം പറയാണ്, സദക്ക ഉമർ ഖത്താബ് അമുസ്ലിമീങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് സക്കാത്ത്, അവർ കൊടുത്തു ഇവർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവസാനം ഇതിന്റെ 177 പേജിൽ പറയാണ്, സക്കാത്ത് ഒരിക്കലും മറ്റു മതക്കാർക്കോ മതമില്ലാത്തവർക്കോ കൊടുക്കാൻ പറ്റുകയില്ലെന്നും ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്നും ചില പിൽക്കാല പണ്ഡിതന്മാർ വാദിച്ചിട്ടുണ്ട്. ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കാൻ ഉദ്യത തെളിവുകൾ തന്നെ ധാരാളം മതി. ഇവർ കുറേ തെളിവ് കോട്ടി മാറ്റി തിരുത്തി കുറിച്ച് കൊണ്ടുവന്നിട്ട് പറയാണ് ഇത് അമുസ്ലിമീങ്ങൾക്ക് മുസ്ലിം അല്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്. എന്നാൽ മൗദൂദി സാഹിബ്, അബുൽ മൗദൂദി എഴുതിയ കുത്തുബാത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം ശക്തമായി അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും സക്കാത്ത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇതിന്റെ 208 പേജിൽ മൗദൂദി സാഹിബ് പറയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നാൽ സക്കാത്ത് ഒഴിച്ചുള്ള ദാനധർമ്മങ്ങൾ അമുസ്ലിമീങ്ങൾക്ക് നൽകാവുന്നതാണ്. അതത് ദേശങ്ങളിൽ സക്കാത്ത് അതേ ദേശത്തിലെ സാധുക്കൾ വിതരണം ചെയ്യേണ്ടതാകുന്നു.
ജക്കാത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള അവകാശമാകുന്നു, അമുസ്ലിമീങ്ങൾക്ക് അതിൽ അവകാശമില്ല. നബി വചനത്തിൽ ജക്കാത്തിനെ വിവരിക്കുന്നത് പ്രകാരമാണ്. മൗദൂദി സാഹിബ് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ കൊടുക്കാൻ പറ്റൂല. എന്നാൽ ജമാഅത്തിന്റെ തത്വവും ജക്കാത്തിന്റെ തത്വവും പ്രയോഗവും എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കണമെന്ന. അത് എന്തിനാണ് ഈ കൊടുക്കണം എന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ഏത് ഹരിജന ഗിരിജന പട്ടിക പിന്നോക്ക ദളിത് വിഭാഗത്തിന് എവിടെങ്കിലുമൊക്കെ ഒരു 4/4 കൊടുത്ത് ഫോട്ടോ എടുത്ത് മാധ്യമത്തിലും മീഡിയത്തിലും കൊടുത്തിട്ട് ഞങ്ങൾ മതേതര കക്ഷികളാണ് എന്ന് വരുത്തി തീർക്കാൻ, വെൽഫെയർ പാർട്ടിക്ക് ഒരു അഡ്രസ്സും വോട്ടും ഒക്കെ ഉണ്ടാക്കാൻ, ഇതിനു വേണ്ടിയിട്ടാണ് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്. അമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ ഒരു മൂക്ക് താഴോട്ടുള്ള ഒരു പണ്ഡിതൻ പറയില്ല. ഇവർ വ്യാഖ്യാനിച്ച് ഇസ്ലാമിന്റെ സക്കാത്ത് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊള്ളടിക്കാൻ വേണ്ടി തട്ടിപ്പുണ്ടാക്കുകയാണ്. അമുസ്ലിമീങ്ങൾക്ക് സ്വതക്കം എടുത്തോട്ടെ, വീട് വെച്ചെടുത്തോട്ടെ, അവർക്ക് എന്തും ചെയ്തോട്ടെ, പരിശുദ്ധ ഇസ്ലാം അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം അമുസ്ലിമീങ്ങൾ മാത്രമല്ല, നമ്മളൊക്കെ കേട്ടതാണ്, ഒരു വിശന്ന് വലഞ്ഞ് പട്ടിക്ക് ഒരു സ്ത്രീ, വ്യഭിചാരി പെണ്ണ്, വേശ്യപ്പെണ്ണ് കുറച്ച് വെള്ളം കൊടുത്തതിന്റെ പേരിൽ മറ്റൊരു ചോദ്യം ഉത്തരവൊന്നും ഇല്ലാതെ ആ വേശ്യപ്പെണ്ണിനെ സ്വർഗത്ത് കയറ്റിയതാണ് മതം എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, നമ്മുടെ ഉമ്മക്ക് കൊടുക്കാൻ പാടില്ല, ഉമ്മക്കും കൊടുക്കാൻ പാടില്ല, ഭാര്യക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ അമുസ്ലിമീങ്ങള് മോശക്കാരായതുകൊണ്ടല്ല, അപ്പൊ അങ്ങനെയാണ് ഉമ്മയും ഭാര്യയൊക്കെ മോശമാവില്ലേ? ഇസ്ലാമിന്റെ നിയമമാണ്. അമുസ്ലിമീങ്ങൾക്ക് അങ്ങനെ കുറെ നിയമമുണ്ട്. അവർ കറുപ്പെടുത്താല് നമ്മളടുത്ത് ഭക്ഷണം കഴിക്കില്ല, അത് അവരെ നിയമമാണ്. സക്കാത്തും ഒളിയത്തിന്റെ അർച്ചും അല്ലാത്ത വേറെ എന്തും കൊടുക്കുക, അവർക്ക് വേറൊരു പോത്ത് മൊത്തം അർച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ സക്കാത്തിന്റെ പൈസയിൽ അപ്പുറം അതല്ലാത്ത വേറൊരു 1 കോടി രൂപ കൊണ്ടേ കൊടുത്തോളൂ. വളരെ നല്ല കാര്യം, പുണ്യമുള്ള കാര്യമാണ്, ചെയ്യണം. ജീവകാരുണ്യ പ്രവർത്തനം അവർക്ക് വേണ്ടി ചെയ്യണം. ഇത് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഒരു വിഭാഗം, അവര് മിസ്കിന്മാരെ പൈസ അങ്ങനെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്ന ഒരു തട്ടിപ്പാണ് ആ പറഞ്ഞത്, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. മറ്റൊരു വിഷയം, ഇവർ പറയുന്നത് വിതരണ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അതായത് സക്കാത്ത് വിതരണം നടത്തുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം എന്നാണ്. അതായത് അതിന്റെ കമ്മിറ്റിക്കാർക്ക്. അങ്ങനെ ഒരു വിഭാഗം ഇപ്പം ഇല്ല, അങ്ങനെ ഒരു വിഭാഗം ഇന്ന് നാട്ടിലില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിക ഗവൺമെന്റിലോടത്ത് മാത്രമേ ആ വിഭാഗം ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്, സക്കാത്തിന്റെ ജോലിക്കാർ. എന്നാൽ ആ വിഭാഗത്തിന് കൊടുക്കണം എന്ന് ആ വിഭാഗം ആരാണ് എന്നൊക്കെ കൃത്യമായി പുസ്തകത്ത് പറയുന്നുണ്ട്. സക്കാത്ത് ഗൈഡ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ IPHന്റെ ഡോക്ടർ A ഹലീം എഴുതിയ പുസ്തകത്ത് പറയാണ് സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കേണ്ടത്, അതിന്റെ ഓരോ വെട്ടിപ്പൊക്കെ ഇങ്ങനെ വിശദീകരിക്കേണ്ടത് ഇതിൽ. എന്നിട്ട് ഇവർ പറയാണ്, ഇതിന്റെ 56-ാമത്തെ പേജിൽ കൃത്യമായി ആരൊക്കെയാണ് സക്കാത്തിന്റെ ജോലിക്കാർ കേട്ടോളെ. 3-ാമത്തെ വിഭാഗമാണ് സക്കാത്തിന്റെ ജോലി. 8 വിഭാഗത്തിൽ 3-ാമത്തെ വിഭാഗമാണിത്. സക്കാത്തിന്റെ സംഭരണം നടത്തുന്ന ആൾക്ക് സക്കാത്ത് കൊടുക്കണം. വേർതിരിക്കുന്ന ആൾക്ക്, സൂക്ഷിക്കുന്ന ആൾക്ക്, കണക്കെടുക്കുന്ന ആൾക്ക്, രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്ന ആൾക്ക്, കാവൽ നിൽക്കുന്ന ആൾക്ക്, വിതരണത്തിലായ ജോലി നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും തൊഴിലാളികളും സക്കാത്ത് ജോലിക്കാർ അവരുടെ ശമ്പളം കൂലിയും സക്കാത്ത് വീതത്തിൽ നിന്നെടുക്കേണ്ടതാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ ഒരു സക്കാത്ത് കമ്മിറ്റി 2000 മുതൽ ഉണ്ടാക്കി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ആർക്കൊക്കെ അതിന് പൈസ കിട്ടും? ഈ ഓരോ ഓഹരി അവര് തട്ടിപ്പോയി, ഓരോ ഓഹരി അവർ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു, ഓരോ ഓഹരി ഇങ്ങനെയും അവർ മാറ്റിവെക്കാണ്. അതായത് ഇതിന്റെ വിതരണക്കാരെന്ന് പറഞ്ഞാൽ അതൊക്കെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പൈസയാണ്. ഇവർ ഹിറാ സെന്ററിൽ പോയിട്ട് ഓരി വെക്കാണ്. ഇവരിതിന്റെ ശേഖരിക്കുന്ന ആള്, വിതരണം ചെയ്യുന്ന ആള്, സൂക്ഷിക്കുന്ന ആള്, ഇവരാരാണ് ഇതിനാക്കിയത്? ആരാണ്? ഇവർക്ക് എന്ത് അധികാരമാണ് ഇതുള്ളത്? എന്നിട്ട് ഇനിയും കേട്ടോളൂ, ജോലിയോ കൂലി എത്രയോ അത്രയും ആകാമെന്ന് അവരുടെ വിഹിതം 8-ൽ 1 പരിമിതമാണെന്നും അഭിപ്രായമുണ്ട്. ഈ 1 ലക്ഷം കിട്ടിയാൽ 8-ൽ 1 പറയുമ്പോൾ ഒരു 12,500 രൂപ ഉണ്ടാവും, അത്ര എടുത്താൽ മതി. അതല്ല എത്രയാകാമെന്നും അഭിപ്രായം ഉണ്ടല്ലോ. ഇനി കേട്ടോളൂ, സക്കാത്ത് ഉദ്യോഗസ്ഥന് ധനികനാണെങ്കിലും സക്കാത്ത് വിഹിതം സ്വീകരിക്കാവുന്നതാണ്. അയാൾ നിർവഹിച്ച ജോലിയുടെ പ്രതിഫലമാണത്. അതായത് ഇവരെ ഓഫീസിലുള്ള ഹിറാ സെന്ററിലുള്ള ആൾ വലിയ കോടീശ്വരനാവുകയോ ചിലപ്പോൾ BMW ഒക്കെ ഉള്ള ആളാവും, എന്നാലും അയാൾക്ക് ഒരു ഓഹരി എടുക്കാന്നാ പറഞ്ഞത്. ഇതൊക്കെ എന്തെല്ലാം ഇവർ ഇസ്ലാമിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടാക്കുന്ന ഓരോ വിഷയം യുക്തിപരമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ പോയാൽ പിന്നെ ഓരി വെക്കാൻ പിന്നെ എന്തായാലും ഉണ്ടാവുക? പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ഇവരൊന്നും ഇല്ലാത്ത കാലത്ത്, ഈ കമ്മിറ്റി ഒന്നും ഇല്ലാത്ത കാലത്ത് ആളുകൾക്കൊക്കെ ഈ സക്കാത്തുകളൊക്കെ കിട്ടിയിരുന്നു, അവരതുകൊണ്ടൊക്കെ കഴിഞ്ഞിരുന്നു. ഇവർ കുറച്ച് ആളുകൾ കൂടി ഇത് വാങ്ങിച്ച് ഇവരെ സംഘടന ഉണ്ടാക്കാൻ നടക്കുകയാണ്. ഇനി ഇതിന്റെ 3 ഭാഗമായി ഇപ്പം പറഞ്ഞു. ഇനി അടുത്ത ഭാഗം കേട്ടോടെ, അത് അതിലേറെ വിറ്റാണ്. ഇത് ഹൃദയം ഇണക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. അവർക്ക് സക്കാത്ത് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സക്കാത്തിൽ നിന്നുള്ള ഒരു വിഹിതം എന്നേക്കുമായി അവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നു. 5-ാമത്തെ ഒരു വിഭാഗം പറയുന്നത്, ഈ 4-ാമത്തെ വിഭാഗം പറയുന്നതും ഹൃദയമിണക്കപ്പെട്ടവര് എന്ന് പറയുന്നത് അതിലും അമുസ്ലിമീങ്ങൾ ഉണ്ട് എന്നാണ് ഇവരുടെ അഭിപ്രായം. അതിനാൽ ഹൃദയമിണക്കപ്പെട്ടവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനോട് മാനസികമായി അടുത്ത അമുസ്ലിമീങ്ങളാണെന്നൊരു പക്ഷവും പണ്ട് മുതലേ ഉണ്ട്. ഈ പുസ്തകത്തിന്റെ 165-ാമത്തെ പേജാണ്. മുസ്ലിമീങ്ങളെ സമ്പത്തുണ്ട് കണ്ട് ഈ ചങ്ങായിമാർ ചെയ്യുന്ന പണി കണ്ടില്ലേ? ഇനി കേട്ടോളെ, ഇതിന് 5-ാമത്തെ വിഭാഗം അടിമത്ത മോചനാണ്. അങ്ങനെ ഒരു വിഭാഗം ഇല്ല. 3-ാമത്തെ വിഭാഗം സക്കാത്തിന്റെ ജോലിക്കാരാണ്. അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുന്ന വാക്ക്, അതൊരു ഇസ്ലാമില്ല, ഗവൺമെന്റ് ഇല്ലാത്തവർക്ക് കമ്മിറ്റി ഉണ്ടാക്കി പറ്റും,
കമ്മിറ്റി കൊണ്ട് ശേഖരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു വിഭാഗം ജോലിക്കാർക്ക് സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ഇവർ കമ്മിറ്റി ന്യായീകരിക്കുന്നുണ്ട്, ഇവരെ ബുദ്ധിക്കനുസരിച്ച് ന്യായീകരിക്കുക. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ വിഭാഗം അടിമത്ത മോചനം എന്നാണ്. അടിമകൾ ഇപ്പം ഉണ്ടോ? അടിമകളുണ്ടോ? അടിമത്ത മോചനത്തിനാണ് ഒരു വിഭാഗം. അത് അക്കാലഘട്ടത്തിലുള്ള വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞതാ. 8 വിഭാഗം തേടി പിടിച്ച് എല്ലാവർക്കും കൊടുക്കണം എന്നൊന്നുമില്ല, ഉള്ളവർക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ അടിമത്ത മോചനത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഷൂറയിൽ കുറെ ആളുകൾക്ക് ഇപ്പോൾ അടിമനെ നിർമ്മിക്കേണ്ടി വരില്ലോ, പെണ്ണുങ്ങളെ കൊണ്ട് അടിമ ആക്കിയിട്ട് പിന്നെ അവരെ മോചിപ്പിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇവർക്ക് പറ്റിയ രീതിയിലൊക്കെ എന്നിട്ടോ അടിമ ഇല്ലാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്ന പണി എന്താണ് കേട്ടോളെ. നിയമപരമായി അടിമകൾ ഇന്നില്ല, പക്ഷേ ഭൂപ്രഭുക്കളുടെ അടിമകളായി ജീവിതകാലമത്രയും അവർക്ക് ജോലി ചെയ്ത് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരും അധിനിവേശം മൂലം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട ജനതകളും നാടുകളും ഇന്നുമുണ്ട്. ഏകാധിപത്യ സാമ്രാജ്യത്വ ശക്തികളും അടിമകളാക്കി വെച്ച ജനവിഭാഗങ്ങൾ ഏത് വിശ്വാസക്കാരായാലും അവർ നടത്തുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ അടിമത്ത മോചനത്തിന് തന്നെയാണ്. ഫലസ്തീനും ചെച്നിയയും അതുപോലെ മറ്റനേകം ജനതകളിലും നടത്തുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് സഹായം നൽകാൻ ഇത് മുഖേന കഴിയും. ഇതുവരെ നേതാക്കന്മാർ പറഞ്ഞ റഷീദ് റിള, ഷെയ്ഖ് മഹ്മൂദ് എന്നൊക്കെ പറഞ്ഞ ഇവരെ ആളുകൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ജക്കാത്ത് ഫണ്ട് കൊണ്ടുപോയിക്കാണ്ട് ഇവർ നടത്തുന്ന വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് ചെലവഴിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് മൗദൂദി തന്നെ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സംഘടനയ്ക്ക് ചെലവഴിക്കാം, അതുപോലെ പ്രസ്ഥാനത്തിൻ്റെ സംഘടന മീൻസ് ചില ആളുകളൊക്കെ ജയിലിൽ കുടുങ്ങി, അപ്പോൾ അവരെ ജാമ്യത്തിന് വേണ്ടി ചെലവഴിക്കാം, അതുപോലെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ പല കുടുങ്ങിയ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ ചെലവഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ആ ഫണ്ടും ആ ഒരു വിഭാഗത്തിൻ്റെ ക്യാഷും പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ അടുത്തേക്ക് എത്താൻ വളരെ പ്രയാസമാണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവിധ കണക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരെ പ്രവർത്തകരെവിടെ കേസ് കുടുങ്ങിയതും പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇവരെവിടെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് വലിയ ഇൻഗ്രാബ് വിളിക്കാൻ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടേ മുസ്ലിമീങ്ങൾക്ക് ആ പൈസ കിട്ടുള്ളൂ എന്നർത്ഥം. അത് 5ാമത്തെ വിഭാഗം. 6ാമത്തെ വിഭാഗം കടബാധ്യതയുള്ളവർ. അത് വലിയ രസമാണ്. ഇവർ കെട്ടിച്ചമറ്റും കേട്ടുള്ളൂ. കടബാധ്യത ഉള്ളവർ പറഞ്ഞാൽ പാവപ്പെട്ട നമ്മളെ നാട്ടിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന മക്കളെ കെട്ടിച്ച വകുപ്പിൽ, രോഗം വന്ന വകുപ്പിൽ, വീടുണ്ടാക്കിയ വകുപ്പിൽ എന്തെല്ലാം 10,000-കണക്കിന് കടബാധ്യത ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ എനിക്ക് കൊടുക്കേണ്ടത് ഇവർ പറഞ്ഞത് വരൾച്ച, വെള്ളപ്പൊക്കം, അഗ്നിബാധ, ഭൂകമ്പം, സുനാമി തുടങ്ങിയ പ്രകൃതി വിപത്തുണ്ടാകുമ്പോൾ അതിന് വിധേയമായി പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നവരെ സഹായിക്കുന്നതിനും സക്കാത്തിന്റെ ധനം ഉപയോഗപ്പെടുത്താവുന്ന വകുപ്പാണിത്. എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ഭൂകമ്പവും പ്രളയവും നിപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത് പോയിട്ട് ലക്ഷങ്ങൾ ഒഴുക്കുന്നുണ്ടെങ്കിൽ അത് ആരോടും പിരിച്ചു വന്നിട്ടല്ല, ഇങ്ങനൊരു വകുപ്പ് അപ്പനാ കയ്യിൽ ഉസ്മേ അത് അങ്ങനെ അതിന് വാരിക്കൊണ്ടുപോകാണെന്ന് അർത്ഥം. എന്തൊരു സുഖമുള്ള പരിപാടിയാണ്. ജമാഅത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കണം, ജമാഅത്ത് ഇസ്ലാമിക്കാർ 2.5% ദുനിയാവിൽ ഒരു സംഘടനക്ക് ഒരു മനുഷ്യൻക്കും കൊടുക്കൂല. അത് ഇവരെ ഫണ്ടിൽ മാറ്റി വെക്കുകയാണ്. സംഘടനക്ക് നേരത്തെ കൊടുക്കാൻ തുടങ്ങിയാണ്. മറ്റുള്ള സുന്നികളെയും ജനറൽ വിഭാഗക്കാരായ ആളുകൾ രാഷ്ട്രീയക്കാരതൊക്കെ മേടിച്ചിട്ടാണ് ഈ തോന്നിയാസം ചെയ്യുന്നത്. പല സംഘടനകൾ പ്രളയത്തിന്റെ സമയത്തും ഭൂകമ്പത്തിന്റെ സമയത്തൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യും, ദുരിതാശ്വാസ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിലും വളർച്ചയിലും അഗ്നിബാധയിലും ഭൂകമ്പത്തിലൊക്കെ അവരൊക്കെ മറ്റുള്ളവർ പിരിച്ചിട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനം സ്വന്തമായി ആളുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടാണ് കൊടുക്കുന്നത്. എന്നാ ഇവരങ്ങനെയല്ല കൊടുക്കുന്നത്. ഇവർ കൊടുക്കേണ്ട വകുപ്പാണ് പറഞ്ഞത്. സക്കാത്തിന്റെ കടം കയറിയ വിഭാഗത്തിന് പരിശുദ്ധ ഖുർആൻ കൊടുക്കാൻ പറഞ്ഞ പൈസയാണ് ഇവർ ഭൂകമ്പത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇനി കേട്ടോളൂ. മറിച്ച് പൗരന്മാരുടെ ആവശ്യ സന്ദർഭത്തിൽ സ്വയം പ്രവർത്തനക്ഷമമാവുന്ന രാഷ്ട്രത്തിന്റെ ഒരു സാമൂഹിക സുരക്ഷിത പദ്ധതിയായിട്ടാണ് രംഗത്ത് വരുന്നത്. പണ്ടെന്ന് മാത്രമല്ല, ഇന്നും പൊതുവെ മറ്റു രാഷ്ട്രങ്ങളൊന്നും പൂർണ്ണമായി ഏറ്റെടുക്കാത്ത പൗരന്മാരോടുള്ള ബാധ്യതയാണ് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഏറ്റെടുക്കുന്നത്. ഇതുപോലെ മരിച്ച വ്യക്തിക്ക് കടമുണ്ടെങ്കിൽ അതും വീട്ടാൻ ഈ വക അനന്തര സ്വത്തിൽ ഇല്ലെന്ന് വെച്ചാൽ അതിനും ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. മരിച്ച ആളുകളുടെ കടക്കെ വീട്ടാം. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി കോടികൾ കിട്ടിയിട്ട് നിങ്ങളെ നാട്ടിലൊക്കെ എത്ര മരിച്ച ആളെ കട ഒരു വന്ന് വീട്ടിയെന്നൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ. ഇനി അടുത്തതൊന്ന് പറയാണ്. ഇനി മറ്റൊരു വിഭാഗം 7ാമത്തെ വിഭാഗമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് ഖുർആൻ ഈ വിഷയം പറഞ്ഞെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് മറ്റൊരു രീതിയിലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് സമരം മാത്രമാണെന്ന് അനേകം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പെടുന്നതല്ലാതെ അതും മാത്രമാണ് അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയാൻ തെളിവുകളൊന്നും അവർ അവതരിപ്പിച്ചതായി കാണുന്നില്ല. എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യൽ മാത്രമല്ല ജിഹാദ്, അങ്ങനെയാണ് എന്ന് തെളിവാരും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പൈസ, ജിഹാദിനുള്ള പൈസ, യോദ്ധാക്കൾക്കുള്ള പൈസയും കൂടെ ഇവർ മേടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഈ വളച്ചെടുത്ത് കാണിക്കുന്നത്. വ്യക്തികൾക്ക് ഉടമാവകാശമില്ലാത്ത സ്ഥാപനങ്ങൾക്കോ പൊതു ഫണ്ടുകൾക്കോ നൽകിയാൽ സാധുവാകുകയില്ലെന്ന് അവരുടെ ന്യായവാദം. എന്നും പണ്ഡിതന്മാർ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് മറ്റൊന്നും കൊടുക്കാൻ പറ്റൂല എന്നാ അവരെ പരിഹസിക്കുകയാണ്. അതിനാൽ യോദ്ധാക്കൾക്ക് തന്നെ വ്യക്തിപരമായി നൽകുന്നതല്ലാതെ സമരസമിതിക്കോ യുദ്ധ ഫണ്ടിലേക്കോ നൽകിയാൽ സാധുവാകുകയില്ലെന്ന് കൂടി അവരിൽ ചിലത് വാദിക്കുന്നു.
ഇത് പക്ഷേ ശരിയാവില്ല. മനസ്സിലാക്കാൻ ഖുർആൻ പ്രയോഗം തന്നെ വിലയിരുത്തിയാൽ മതിയാവും. സകാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട 8 വിഭാഗങ്ങൾ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശദീകരിച്ച് പറയാം. നിലനിൽക്കാൻ അർഹതയില്ലാത്ത ഇത്തരം ന്യായങ്ങൾ പറഞ്ഞ് ഇന്ത്യയെ പോലെ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ അത്രമാത്രം പ്രാധാന്യമുള്ള പൊതുവായ ദീനി സംരംഭങ്ങളെ സക്കാത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റൂല. ദീനി സംരംഭങ്ങൾക്ക് കൊടുക്കണം, അവരെ കടം വീട്ടി കൊടുക്കണം എന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ കമ്മിറ്റിന്റെ കടം വീട്ടണം എന്ന പാകം പറഞ്ഞതിന്റെ തുക. ഇതും റഷീദ് റിയാദ്, ഷെയ്ഖ് മുഹമ്മദ് ഒക്കെ പറഞ്ഞ ഓരോ വിഷയങ്ങൾ ഇവരെ നേതാക്കന്മാർ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഇസ്ലാമിക പ്രബോധനം ചെലവേറിയ കാര്യമാണ്. ഇനി കേട്ടോളൂ, ഇന്നിപ്പോൾ ഇസ്ലാമിക പ്രബോധനം ചെലവേറിയ കാര്യമാണ്. അതേതായാലും അള്ളാഹുവിന്റെ മാർഗേണം എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുകയില്ല. ഇസ്ലാമിനെതിരെ ശത്രുക്കളുടെ പ്രചാരണത്തെ തടയുക, ഈ പൈസ എടുത്തു കണ്ട് തടയാനപ്പോ പറഞ്ഞേ, അവരുടെ വാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയുക. ജമാഅത്ത് ഇസ്ലാമി പിരിച്ച ഫണ്ട് കൊണ്ട് ഏത് സംഘടനയുടെ മറുപടി അവർ പറയാൻ പോണേ? ജമാഅത്ത് ഇസ്ലാമി സംവാദത്തിന് പോകല്ല, മുഖാമുഖത്തിന് പോകല്ല, ഗണ്ണനത്തിന് പോകല്ല, പിന്നെ എന്തിനാ അവർക്ക് സക്കാത്ത് ഫണ്ട്? എന്ത് മറുപടി പറയാനാ? ഈ വിഷയത്തിൽ പുസ്തകങ്ങളും ലേഖനങ്ങളും പത്രമാസികകളും പ്രസിദ്ധീകരിക്കുക. കണ്ടോ, പത്രം മാസികയൊക്കെ പ്രസിദ്ധീകരിക്കാൻ സക്കാത്തിന്റെ യോദ്ധാക്കൾക്കുള്ള 7ാമത്തെ വകുപ്പിലുള്ള പൈസ വക മാറ്റാം എന്നാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇത് മുസ്ലിമീങ്ങൾ അറിയേണ്ട വിഷയമാണ്. ജമാഅത്താർ കണ്ട് കൊടുത്ത ഓരണ്ട് പൂവലത്തെ ലോടുത്താണ്ട് കൊണ്ടുപോയിട്ടാണ്ട് നട്ട് പിടിപ്പിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയത്. ഇവരിങ്ങനെ 8 വിഭാഗത്തിന് ഇവരെന്നെ ഓരി വെച്ചിട്ടുണ്ട്, ആർക്കാ കൊടുക്കേണ്ട ആർക്കാ കൊടുക്കേണ്ടാത്തത്. അപ്പൊ ഇവരെ പുസ്തകം ഇറക്കാന്, പത്രമാസിക ഉണ്ടാക്കാന്, ലേഖനം എഴുതാന്, മറ്റുള്ളവർക്ക് മറുപടി ആർക്കായി മറുപടി പറയുന്ന അറിയോ? ഈ സക്കാത്തിന്റെ പൈസ കൊടുത്ത ഈ ജനറൽ മുസ്ലിമീങ്ങൾക്ക് അവരെ മുശ്രിക്കാക്കാനുള്ള മറുപടി പറയുണ്ടെങ്കിൽ പറയുള്ളൂ. അതല്ല ജമാഅത്ത് ഇസ്ലാമിന്റെ പരിപാടി. ഇങ്ങനെ വകുപ്പ് മാറ്റി ചെലവഴിക്കുക, എന്നിട്ടോ ചിലപ്പോൾ അമുസ്ലിമീങ്ങളെയും ഇതിൽ സഹകരിപ്പിക്കേണ്ടി വന്നേക്കാം. ഉദാഹരണമായി ഇസ്ലാമിനെതിരിൽ നടത്തപ്പെടുന്ന പ്രചണ്ഡമായ പ്രചാരവേലയ്ക്ക് സമർത്ഥമായി മറുപടി പറയാൻ സന്നദ്ധനാവുന്ന ഒരു അമുസ്ലിം എഴുത്തുകാരന് നൽകപ്പെടുന്ന പ്രതിഫലം ഇങ്ങനെ കാലത്തിന്റെയും പരിതസ്ഥിതിയുടെയും താല്പര്യമനുസരിച്ച് അതിന്റെ പരിധി ഏറെ വിശാലമാണ്. അമുസ്ലിമീങ്ങളെ എഴുതാൻ വിളിക്കുക, ഇവരെ പത്രത്തിലും മറ്റുമൊക്കെ ഇസ്ലാമിന് അനുകൂലമായിട്ട് എഴുതുക, എന്നിട്ട് അവർക്ക് ഒരു ഫണ്ട് കൊടുക്കുക, പൈസ കൊടുക്കുക. ആ പൈസ കൊടുക്കണത് ഈ സക്കാത്തിന്റെ ഫണ്ട് എടുത്ത് കൊടുക്കാന്ന്. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? ഈ എന്തൊരു കഷ്ടമാണ്. ഇനി അടുത്തത് യാത്രക്കാർക്കുള്ള 8ാമത്തെ വിഭാഗം. അതിനെങ്കിലും നാട്ടുകാർക്ക് എന്താ കിട്ടുമോ നമ്മൾ നോക്കാം. അതിനെപ്പറ്റി ഇതിന്റെ 170ാമത്തെ പേജിൽ പറയുന്നു. ഇന്ന് തെരുവിന്റെ സന്തതി യാത്രക്കാരെ കുറിച്ച് അങ്ങനെ ഒരു വിഭാഗം ഇന്ന് ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ സഹായം അറിയിക്കുന്ന ഇത്തരം യാത്രക്കാർ അപൂർവമാണ്. തെരുവിന്റെ സന്തതി എന്ന പ്രയോഗത്തിന് ഇത്തരം അർത്ഥമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. സാമ്രാജ്യത്തിന്റെ ഇരകളായി സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് തെരുവാധാരമാക്കിയപ്പെട്ടവർ, വിശ്വാസത്തിന്റെ പേരിൽ വീടും നാടും ഉപേക്ഷിച്ച് ഓടിപ്പോവേണ്ടി വന്നവർ, പ്രാദേശികവും വർഗീയവുമായ കലാപങ്ങളിൽ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെട്ട് വഴി ആധാരമാക്കപ്പെട്ടവർ, ജീവിതായോധനത്തിന് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് തെരുവിൽ അലയാൻ വിധിക്കപ്പെട്ടവർ തുടങ്ങി അനേകം ആളുകൾ യഥാർത്ഥ തെരുവിന്റെ സന്താനങ്ങളാണ്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിഹിതമാണ് സക്കാത്ത് ഒരു സാമൂഹിക സുരക്ഷിതത്വ പദ്ധതിയാണ് പറയുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ കലാപത്തിലും മറ്റൊക്കെ പെട്ടു. ഇപ്പൊ ഉദാഹരണത്തിന് ഡൽഹി കലാപത്തിൽ കുറെ ആളുകൾക്ക് വീടും നാടും മറ്റൊക്കെ വിട്ടുപോയി. അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൊടുക്കാം എന്നാണ് വഴി യാത്രക്കാരെന്നുള്ളതിൽ അവരാ പെട്ടത്. ഓക്കെ, കൊടുക്കട്ടെ. പക്ഷെ ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമി കൊടുക്കുന്നത് എങ്ങനെ? ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ബോർഡ് വെച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാര് അവരെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്ത്, ജമാഅത്ത് ഇസ്ലാമിന്റെ സംഘടന ഒരുപാട് കൊടുത്തു, പിരിച്ചു കൊടുത്തു, ഞങ്ങൾ കുറെ വീട് വെച്ച് അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോടികൾ കൊടുത്ത് എന്നൊക്കെ ഇവർ പറയുന്നത്. 1000 വീട് വെച്ചു, 1788, 3856, 4000, ഇങ്ങനെ പല കണക്കും തൊള്ള കൊള്ളാത്ത കണക്കൊക്കെ വരാം. അത്ര കിണർ കുത്തി, ഇത്ര സ്കൂൾ വെച്ച്, സ്കോളർഷിപ്പ്. ഞങ്ങളെ പരിസരത്തൊന്നും, അല്ലെങ്കിൽ നമ്മുടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഏത് നാട്ടിലാണ് ഇവര് ഒരു കിണർ കുത്തി തന്നത്? ഈ കോടികൾ ഇവർ മേടിച്ചു വെച്ചിട്ട് ഏത് നാട്ടിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ കിണർ കുത്തിയത്? ഏത് നാട്ടിലാണ് ഇവർ വീട് വെച്ചു കൊടുത്തത്? ബൈത്തുർ റഹ്മൊക്കെ മുസ്ലിം ലീഗിന്റെ ഒക്കെ മാഷാ അല്ലാ ഒരുപാട് വീടുകൾ അവർ നിർമ്മിച്ചു കൊടുക്കുന്നു, ഒരുപാട് സംഘടനകൾ നിർമ്മിച്ചു കൊടുക്കുന്നു, പല വിഷയങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ കാണും കേൾക്കണം. അവരൊക്കെ മറ്റുള്ളവരോട് പിരിച്ചിട്ടാ ചെയ്യുന്നത്, ജക്കാത്ത് എടുത്തിട്ടല്ല. എന്നാൽ ഈ ജക്കാത്ത് പിരിക്കുന്ന ഇവരിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്, ആർക്ക് കിട്ടിയെന്നാ പറഞ്ഞത്? ഇനി കേട്ടോളൂ, ഇനി ഇതിലേറെ വലിയ രസം, ഇനിയാണ് വലിയൊരു കൗതുകം. ഇങ്ങനൊക്കെ മേടിച്ചെടുക്കുന്ന പൈസ ഇവർ ഈ പല രീതിയിൽ തട്ടിപ്പിലും വെട്ടിപ്പിലൊക്കെ വക മാറ്റി ഇവരെ കീശ വീർപ്പിച്ചതിന്റെ ശേഷം ബാക്കിയുള്ള കുറച്ചെങ്കിലും നാട്ടുകാർക്കൊക്കെ കൊടുക്കുന്ന രൂപത്തിനെ കുറിച്ച് 2019 മെയ് 19 ഇല്യാസ് മൗലവി എന്ന് പറഞ്ഞ അവരുടെ നേതാവ് ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് എങ്ങനെ കൊടുക്കുന്നത് കേട്ടോളൂ. ആത്മാഭിമാനമുള്ള അല്പമെങ്കിലും ഇസ്ലാമിക ബോധവും ഈമാനൊക്കെ ഉള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ കേട്ടോളൂ. ബൈത്തു സക്കാത്തും ജമാഅത്ത് ഇസ്ലാമിയും അദ്ദേഹം പറയാം, ബൈത്തു സക്കാത്ത് കേരളയുടെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിലെ അംഗം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ അള്ളാഹുവിനെ മുൻനിർത്തി ചുരുക്കി പറയട്ടെ.
വേറെ മൗദൂദിലൊന്നല്ല, അള്ളാനെ തന്നെ മുൻനിർത്തിയിട്ട് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഈ ഇല്ലാസ് മൗലവി വലിയ പണ്ഡിതനാണ്, അവരെ ശാന്തപുരം കോളേജിലെ വലിയ സംഭവമാണ്, അവരെ ജമാഅത്ത് ഇസ്ലാമിന്റെ സക്കാത്ത് ബോഡിയിലെ വലിയ സംഭവമാണ്. അയാളാണ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. ഇതെങ്ങനെ കൊടുക്കണ, ഇവരെ കയ്യിൽപ്പെട്ട പൈസ കൊടുക്കണം. ഇവർ കയ്യിൽ മേടിച്ചു വെക്കാൻ കാരണം, ഏതെങ്കിലും ഒരു മുതലാളിന്റെ വീട്ടിലൊരു പാവപ്പെട്ട നാലെട്ടം പോയാൽ അവൻക്ക് പൈസ കിട്ടുമ്പോൾ അവൻക്ക് ആ മുതലാളിയോട് പ്രത്യേക വിധേയത്വം ഉണ്ടാവും, മനസ്സിൽ ഒരു പ്രത്യേക വിധേയത്വം ഉണ്ടാവും, ഒരു അടുപ്പുണ്ടാവും. അത് പാടില്ല. അങ്ങനെ ഒരു വിധേയത്വം ഉണ്ടാവും. മുതലാളി പൈസ എന്നുള്ളതിലേക്ക് അയാളൊരു അടിമായി മാറും. അതുകൊണ്ട് അയാൾ ഡയറക്റ്റ് മേടിക്കേണ്ട, നമ്മൾ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം പറഞ്ഞിട്ട് അവർ മേടിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ മേടിക്കുന്നതോടുകൂടെ പിന്നെ ഇവരായി മുതലാളിമാർ, ജമാഅത്തുകാരായി മുതലാളിമാർ. എന്നിട്ട് ഇവരെടുത്തുനിന്ന് പൈസ കിട്ടാൻ കുറെ ഡിമാൻഡ് ഉണ്ട്. ഒന്ന് കേട്ടോളെ, ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിക്കുന്നു. ഇവർ കോടികൾ മേടിച്ച് വെച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിക്കുന്നു. കേരളത്തിലെ സകാത്തിന് അർഹരായ ആർക്കും നിശ്ചയിക്കപ്പെട്ട പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ആർക്കും അപേക്ഷിക്കട്ടോ, വളരെ സിമ്പിളാണ്. നീ കേട്ടോളൂ, അടുത്ത് കേട്ടോളൂ. പ്രസ്തുത അപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ജമാഅത്ത് പ്രാദേശിക ഘടകത്തിന്റെ അമീർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർക്ക് എവിടെ ഇവർക്ക് ഹൽക്കുള്ള, എൻ്റെ നാട്ടിലൊന്നും പരിസരത്തൊന്നും ഞാൻ കണ്ടില്ല. കഷായത്ത് കൂട്ടാൻ പോലും ജമാഅത്തുകാരെ പല ഭാഗത്തുമില്ല. പിന്നെ ഇവരെ പ്രാദേശിക അമീറിനെ നമ്മൾ എവിടെ പോയി തിരഞ്ഞെടുക്കണേ? ഒരു പാവപ്പെട്ടവൻക്ക് ഒരു അത്യാവശ്യം വന്നു, ഒരു കടം വന്നു, ഒരു കുറച്ച് പൈസന്റെ അത്യാവശ്യം വന്നപ്പോൾ ഇവരെ പ്രാദേശിക അമീറിനെയും തെരഞ്ഞ് ഓൺലൈനിൽ നമ്മൾ എവിടെ നടക്കണം? ഇനി കേട്ടോളൂ. പ്രസ്തുത അപേക്ഷയിൽ പറഞ്ഞ പ്രാദേശിക അമീർ സാക്ഷ്യപ്പെടുത്തണം. പുറമെ ബൈത്തു സക്കാത്ത് കേരളയുടെ ഏരിയ കോർഡിനേറ്റർ, ഏരിയ പ്രസിഡന്റ് എന്നിവരുടെ കൂടെ സാക്ഷ്യപ്പെടുത്തലും വേണം. ഇപ്പൊ ഒരു യൂസുഫ് അലി സാഹിബോ അല്ലെങ്കിൽ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബോ വഹാബ് സാഹിബോ ഒക്കെ ഡയറക്റ്റ് 4 ആളെ വെച്ച് 2 ആളെ വെച്ച് പൈസ കൊടുക്കുന്നല്ലേ? നമ്മുടെ നാട്ടിലൊരു ആചാര് ഡയറക്റ്റ് പൈസ കൊടുത്ത് അയാൾക്ക് ഒരു ദുആ കിട്ടുന്നത് അത് വിധേയത്തായി പോകുന്ന പേടിച്ചിട്ട് ഇവർ മേടിച്ച് വെച്ചിട്ട് ഇവർ 100 വിധേയത്ത് ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ എന്ത് വേണം? നമ്മൾ ആർക്ക് പൈസ ആവശ്യമുള്ള ഓൺലൈനിൽ അപേക്ഷിക്കണം. അതിന്റെ മുന്നേ ഇവരെ ഹൽക്കന്റെ അമീറിന്റെ കത്ത് മേടിക്കണം. അതുപോലെ ഏരിയ കോഡ്, ഇവർക്ക് എവിടെ ഏരിയ ഉള്ളത് അള്ളാഹ്ക്കറിയാം. ആ ഏരിയ തെരഞ്ഞു പിടിച്ച് അവിടുത്തെ കോർഡിനേറ്റർ, അവിടുത്തെ പ്രസിഡന്റിന്റെയും കത്ത് മേടിക്കണം, സാക്ഷ്യപ്പെടുത്തൽ വേണം. എന്നിട്ട് അപേക്ഷ കൊടുക്കണം. എങ്ങനെയുണ്ട് പരിപാടി? ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ കത്തുവയിട്ട് പോവുമോ ജക്കാത്തിന്റെ പൈസക്ക്? ഇനി പോയാൽ തന്നെ അത് ജമാഅത്ത് ഇസ്ലാമിക്കാരനല്ലാത്ത ഒരു അന്യ പ്രസ്ഥാനക്കാരൻ പോകും. ഈ കോടികൾ എല്ലാവരും കൂടെ ഇവർ മേടിച്ച് പുട്ടടിച്ച് ബാങ്കിലിട്ടിട്ട് ഒരു സുന്നിന്റെ ഒരാൾ പോവോ, ഒരു സെൽഫിന്റെ ആൾ പോവോ, അല്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെ ആളുകൾ പോവോ? പോവട്ടെ എന്ന് ഏതെങ്കിലും പാവപ്പെട്ടവൻ ഒരാളോട് അഭിപ്രായം ചോദിച്ചാൽ ആ ജമാഅത്തുകാരന്റെ തരികിടാണ്, ആ സംഘടനയൊക്കെ ആളെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് പോവണ്ടെന്നല്ലേ പറയുള്ളൂ. ഇനി ഒരാൾ കഷ്ടപ്പെട്ട് അയാളെ ദുരിതം കാരണം ഒരു കത്തൊക്കെ ഒപ്പിച്ച് ഇവരെ കയ്യും കാലൊക്കെ പിടിച്ച് കത്ത് കിട്ടണമെങ്കിലൊക്കെ വലിയ വിഷയമാണ്. മുമ്പ് ഒരാൾക്ക് ഒതിയത്തിന്റെ ഇറച്ചി ഒരു സ്ത്രീ കൊണ്ടു കൊടുത്ത കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഇറച്ചി കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഖുർആൻ ക്ലാസ്സിന് വരാൻ അത് പറ്റില്ല, എന്നാൽ ഇറച്ചി വേണ്ടാന്ന് ഇറച്ചി തിരിച്ചു കൊണ്ടേ. ഇവരെ സക്കാത്ത് വണ്ടി ഇവരതാണെന്നും പറഞ്ഞിട്ട് ഇവർ കൊടുക്കുന്നത്. ഇവരെല്ലാം ഇതിന്റെ മുതലാളിമാർ. ആ പാവപ്പെട്ടവന്റെ സമ്പത്ത് ഇവർ ചൂഷണം ചെയ്ത് മേടിച്ച് വെച്ചതാണ്. അത് കിട്ടണമെങ്കിൽ ഇവർക്ക് 100 കത്ത് കൊടുക്കണം, ഇവർ ഓൺലൈനിൽ അപേക്ഷിക്കണം. ആത്മാഭിമാനമുള്ള ഇജ്ജത്തുള്ള ഒരാളെ ചെയ്യോ? ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ആരും കാണാതെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കേണ്ട വിഷയമല്ലേ? എന്നിട്ട് ഇവരിങ്ങനെ ഓൺലൈനിൽ വലിയ അപേക്ഷയും തേങ്ങാക്കൊലയൊക്കെ ആയിട്ട് മുസ്ലിമീങ്ങളെ പൈസ മേടിച്ചാണ് ചെയ്യുന്നത്. ഇനി കേട്ടോളൂ, അങ്ങനെ ലഭിക്കുന്ന അപേക്ഷകളിൽ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ വൈകിട്ട് വരെ യോഗ്യം ചേർന്ന് തീരുമാനിക്കും. ഇങ്ങനെ കിട്ടുന്ന അപേക്ഷ ഇനിയിപ്പം ഇവർ തീരുമാനിക്കണം. ഇത് നമ്മളെ ആൾ തന്നെയാണ്, നമ്മളെ സെക്രട്ടറി തന്നെ ഒപ്പിട്ട്, നമ്മളെ ഹൽക്കന്റെ അമീർ തന്നെയാണ് ഒപ്പിട്ടത്, ഇനി മറ്റേതിന്റെ ആളാണോ എന്നാ അവനക്ക് പൈസ കഴിഞ്ഞ കാര്യം. ഒപ്പും കിപ്പൊന്നും ഇല്ലെങ്കിൽ പൈസ ഇല്ല. കാരണം ഇവർക്ക് വേറെ തന്നെ പണി കുറേ ഉണ്ട്. പ്രളയത്തിന് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി ചെലവാക്കാണ്ട്, അതിന്റെ ഓരി വെക്കാണ്ട്, ആളുകൾക്ക് എടുക്കാണ്ട്, പത്രമാസിക ഇറക്കാണ്ട്, പിന്നെ ഈ അപേക്ഷ കിട്ടണ കൊടുക്കണമെങ്കിൽ കുറെ പാടാം. ഇനി ചികിത്സ, വിദ്യാഭ്യാസം, കടം, ഭവന നിർമ്മാണ പൂർത്തീകരണം, കുടിവെള്ള പദ്ധതികൾ, റേഷൻ തുടങ്ങിയ പല പ്രശ്നങ്ങളും അപേക്ഷയിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവർ 8 വിഭാഗം. അതിൽ ഓരോ വകുപ്പിനും ചെലവഴിക്കാവുന്ന സംഖ്യ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വകുപ്പിലുള്ള ഫണ്ടിനനുസരിച്ച് അപേക്ഷകൾ പരിഗണിക്കും. വലിയ സംഖ്യ ചെലവ് വരുന്ന വിഷയങ്ങൾ സംസ്ഥാനത്തെ ട്രസ്റ്റ് അംഗങ്ങൾ ചേർന്ന് വിശദമായി ചർച്ച ചെയ്യുകയും ഫണ്ട് അനുവദിക്കുകയാണ് ചെയ്യുക. ജമാഅത്തെ ഇസ്ലാമി കടം വീട്ടിയ ഫണ്ട് അനുവദിച്ച് എത്ര ആളുകൾ നമ്മളൊക്കെ നാട്ടിലുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഈ രീതിയിൽ ഒരു മനുഷ്യൻ ഇവരുടെ അടുത്തേക്ക് സക്കാത്തിന് പോകരുതെന്ന് അവർ വിചാരിക്കുന്നത്. പോയാൽ ഇവരെ പൈസ കൊണ്ട് പോകില്ലേ? എന്നിട്ട് കള്ളക്കണക്കുകളൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് ആയിരക്കണക്കിന് കോടീശ്വരന്മാരുടെ അടുത്തുനിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ച് ഈ ബാങ്കിലിട്ട് കണ്ട് എന്തിന് മുസ്ലിം സമുദായത്തെ എങ്ങനെ വഞ്ചിപ്പിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാരാ? മുസ്ലിം സമുദായത്തെ എന്തിന് വഞ്ചിക്കുന്നു? എന്തിനാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്? നിങ്ങൾ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട, പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട പൈസ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊള്ളയടിക്കുന്നത്? നിങ്ങൾ ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വലിയ അബദ്ധമാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ. മൗദൂദി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് മൗദൂദിയോട്. ഈ റസായിൽ വ മസായിൽ എന്ന് പറഞ്ഞ മൗദൂദിയുടെ ഉറുദു പുസ്തകത്തിന്റെ പരിഭാഷയാണ് ഈ ചോദ്യോത്തരങ്ങൾ എന്നുള്ള പുസ്തകം. ഈ പുസ്തകത്തിന്റെ 86-87 പേജിൽ സക്കാത്തിനെ പറ്റിയൊരു ചോദ്യമുണ്ട്. ഈ പുസ്തകം വൈരുദ്ധ്യത്തിന്റെ കൊട്ടയാണ് കേട്ടോ.
ഈ പുസ്തകത്തിന്റെ 86ാമത്തെ പേജിൽ ചോദ്യം സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് കൃത്യമായി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നീട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റൂലേ എന്നാണ് മൗദൂദിയുടെ ചോദ്യം. മൗദൂദിയുടെ മറുപടി ഇല്ല, പറ്റില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ നിർമ്മിതാവ് അതിരുകളും നിർണയങ്ങളെയും തള്ളാനും തിരുത്താനും നമുക്ക് അനുവാദമില്ല. ശരീഅത്തിന്റെ നിർമ്മിതാവ് ഉണ്ടാക്കിയ അതിരുകളെ തള്ളാനൊന്നും അനുവാദമില്ല. ഈ വാതിൽ തുറക്കപ്പെടുകയാണെങ്കിൽ അത് സക്കാത്തിന്റെ നിരക്കിലോ അതിന്റെ തുകയിലോ മാത്രം ഒതുങ്ങിയിരിക്കുകയില്ല. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, നിക്കാഹ്, തലാഖ്, അനന്തരാവകാശം തുടങ്ങിയ അനേകം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കലും മാറ്റിത്തിരുത്തലും നടക്കും. അപ്പൊ സക്കാത്തിന്റെ വിഷയത്തിൽ കൈവച്ചാൽ മറ്റൊക്കെ കൈവെക്കാൻ സുഖമായിരിക്കുന്ന മൗദൂദി ഇതിൽ ചോദ്യത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ മൗദൂദി ചിലപ്പോഴൊക്കെ ഇവർക്ക് ഒരു ഡോസ് കൊടുത്തോണ്ടാവണം. മൗദൂദി ഞങ്ങൾക്ക് ഒന്നുമല്ല, മൗദൂദി എന്ന് പറഞ്ഞാണ്ട് മൗദൂദിയുടെ ലിഖിതങ്ങളും പ്രമാണങ്ങളൊക്കെ തള്ളിയത്. ഇവര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനെ, നമ്മുടെ ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫനെ അവര് കഴിവില്ലാത്ത ആളാക്കി മാറ്റിയിട്ട് ഖലീഫന്റെ കയ്യിലിരിപ്പ് കാരണം പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്ന് വെച്ചാൽ ജാഹിലിയത്തിലേക്ക് പോയി എന്ന് വരെ എഴുതി വെച്ച ആളാണ് ഈ മൗദൂദി. ജാഹിലിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. ചെറിയ ഒരു വിഷയമാണോ മൗദൂദി പറഞ്ഞ? ഇതാ ഈ ഡോക്ടർ ഇമാം മൗദൂദി എന്ന് പറഞ്ഞാൽ കർലാവി ഒരു പുസ്തകം എഴുതിയാണ്. ആ പുസ്തകത്തിൽ കാണാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ മൗദൂദി അപമതിച്ചത് വളരെ മോശമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരെ മുലൂക്കിയത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ കുടുംബക്കാരെ മുഴുവൻ അധികാരത്തിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ പലപ്പോഴും കളിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചാലാണ്. മാത്രമല്ല പല സ്വഹാബിമാരും പലരും ചീത്ത പറയലുണ്ടെന്ന് വരെ എഴുതി വെച്ചാലാണ്. ഈ മൗദൂദിയുടെ സംഘടനയാണ് ഇപ്പൊ ഇത്രയും അധപ്പതിച്ചു പോയത്. സക്കാത്ത് തിന്നലും തട്ടിപ്പും വെട്ടിപ്പോയിട്ട് നടക്കുന്നത്. പ്രധാനപ്പെട്ട 3-4 വീഡിയോ ഇവർ RSSകാരുമായിട്ടുള്ളവർക്ക് ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ അമുസ്ലിമീങ്ങളോട് മൗദൂദി പറയുന്ന വിഷയങ്ങൾ, അതായത് ഇത് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം എന്ന പുസ്തകത്തിൽ ഹിന്ദുക്കളെ നിങ്ങൾ ഇന്ത്യയിൽ ഹിന്ദുക്കളെ ശ്രീരാമകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും ശ്രീ ഗുരുനാക്കിന്റെ ഒക്കെ നിയമം നടപ്പിലാക്കിക്കോളി, ഞങ്ങളത് അംഗീകരിക്കാം, ഞങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചോളി എന്ന് മൗദൂദി പറയുന്നു. ശരിക്കും ഇപ്പൊ യോഗി ആവട്ടെ, മോദി ആവട്ടെ, അമിത്ഷാ ആവട്ടെ ആ പണിയാ ചെയ്യണം. മൗദൂദി നേരത്തെ പറഞ്ഞു കൊടുത്ത പണിയാ. ഈ പുസ്തകം ഇപ്പോഴും അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഇവർക്കാണോ സക്കാത്ത് ഫണ്ട് കൊണ്ടു കൊടുക്കേണ്ടത്? മാത്രമല്ല കൊടുക്കുന്ന മുതലാളിമാർ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ തീവ്രവാദ പട്ടികയിൽ വന്ന് നിരോധിക്കപ്പെടേണ്ട പ്രസ്ഥാനമാണ്. ഇവരെ ജനങ്ങൾ ആട്ടിയോടിക്കപ്പെടേണ്ട പ്രസ്ഥാനമാണ്. അന്ന് ഇവരെ സഹായിച്ച് തീവ്രവാദത്തിനും ഏഷണിക്കും ഭീഷണിക്കും ഭീകരതയ്ക്കും വേണ്ടി സഹായിച്ചു എന്നുള്ളവർക്ക് ഇവർക്ക് ലക്ഷങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാർ കുടുങ്ങും, ഉറപ്പാണ് കുടുങ്ങും. ഞാൻ പറയുന്ന അത്തരം മുതലാളിമാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ്. ഒന്ന്, ഇസ്ലാമിന്റെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നത് ഇല്ലാതാക്കുന്നു. മറ്റൊന്ന്, ഇവരെ പോലത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കുന്നു. രണ്ടും പ്രശ്നമല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ജമാഅത്ത് ഇസ്ലാമിനെ 2 തവണ ഇന്ത്യയിൽ നിരോധിച്ചത്? അപ്പം പറയും നിരോധിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കോടതി പോയിട്ട് വന്നില്ല. RSSനെ നിരോധിച്ചിട്ട് അവരും വന്നല്ലോ എന്ന് വെച്ചാൽ RSS നല്ല പ്രസ്ഥാനം എന്നപ്പോൾ അതിന്റെ അർത്ഥം അത് ഇന്ത്യയുടെ ഭരണഘടനയെ അതിലെ നിയമങ്ങളൊക്കെ പിടിച്ചിട്ട് വന്നു എന്നല്ലാതെ ജമാഅത്ത് ഇസ്ലാമി നന്നായതുകൊണ്ടല്ലോ. ജമാഅത്ത് ഇസ്ലാമിന്റെ വളർത്തുപുത്രനായ പ്രസ്ഥാനമായിരുന്നു സിമി. എന്തിനാണ് അതിനെ നിരോധിച്ചത്? ജമാഅത്ത് ഇസ്ലാമിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമില്ലായിരുന്നോ? അത് തീവ്രവാദ പ്രസ്ഥാനം. സിമിക്കാരനെ ഇപ്പൊ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങളെ കാശ്മീരിൽ നിരോധിച്ചത്? തീവ്രവാദ പ്രസ്ഥാനം ആയതുകൊണ്ടല്ലേ. അവിടെ എത്ര മുസ്ലിം പ്രസ്ഥാനം ഉണ്ട്, ആരും നിരോധിക്കാത്ത എന്താ? നിങ്ങളെ മാത്രം പൂട്ടിക്കെട്ടുന്നത് എന്തിനാണ്? നിങ്ങളെ മൗദൂദിയെ 3 തവണ ജയിലിൽ പിടിച്ചിട്ടത് രാജ്യദ്രോഹ കുറ്റത്തിനല്ലേ? 3 വർഷത്തോളം കാലം ജയിലിൽ കിടന്നില്ലേ? അയാളെ സംസാരം എഴുത്തും കാരണം ആയിരക്കണക്കിന് ആൾ പാകിസ്ഥാനിൽ മരിച്ചിട്ടില്ല കലാപത്തിലൂടെ. നിഷേധിക്കാൻ പറ്റുമോ? കുറച്ചും കൂടി അപ്പുറത്ത് ബംഗ്ലാദേശിൽ ആ പാവപ്പെട്ട രാജ്യത്ത് മൗദൂദികളെ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കാരണം, അതിന്റെ കുറെ മുല്ലമാരെ തൂക്കിക്കൊല്ലാൻ കാരണം എന്താ? നിങ്ങളെ മാത്രം ജനങ്ങൾ തെരഞ്ഞെടുപ്പിക്കുന്ന എന്താ? നിങ്ങൾക്ക് അത്യാവശ്യം അധികാരമുള്ളിടത്ത് മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിക്കാർ അഹങ്കാരികളും തീവ്രവാദികളും ആവുന്നത് കൊണ്ടാണ്. കുറച്ചപ്പുറത്തേക്ക് ബ്രദർഹുഡ് ജമാഅത്ത് ഇസ്ലാമിയുടെ സഹോദര സംഘടനയല്ലേ? ഈജിപ്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നിങ്ങളെ തീവ്രവാദ സ്വഭാവം നിങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആജിയമാരോട്, സമ്പന്നരോട് പറയുന്ന, ഇവർക്ക് പൈസ കൊടുക്കരുത്. ഇവർ മകവാക്കി ചെലവഴിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വകയിലും ചെലവഴിക്കാൻ ഇവരെ ആരും അധികാരപ്പെടുത്തിയില്ല. ഇസ്ലാമിൽ അങ്ങനെ നിയമമല്ല. അതുകൊണ്ട് സക്കാത്ത് വീടണം എന്ന് താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും സക്കാത്ത് ഒറ്റക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളെ 100 കണക്കിന് സ്റ്റാഫുള്ള വലിയ വലിയ മുതലാളിമാരല്ലേ, ഒരു സ്റ്റാഫിനെ 1 മാസത്തിന് സക്കാത്ത് വിതരണത്തിന് ഏൽപ്പിക്കുക. ഉത്തരവാദിത്വത്തോടു കൂടെ ഏൽപ്പിച്ചാൽ അവർ അത് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഇനി ചോദിക്കട്ടെ മറ്റൊരു വിഷയം. ഈ ജമാഅത്ത് ഇസ്ലാമി സക്കാത്ത് കൊള്ളയടിയുടെ വലിയൊരു തെളിവ് കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു. അതിന്റെ സംസ്ഥാന സെക്രട്ടറി, ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന ശൂറ മെമ്പറുമായിരുന്ന ഖാലിദ് മൂസ ഇതിലൂടെ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടതാണ്.
അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പഴയ പോസ്റ്റുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് 78 ജമാഅത്ത് ഇസ്ലാമിയും RSSുമായുള്ള ഐക്യകരാറിന്റെ ചർച്ച കേൾക്കാൻ പറ്റും. RSSൽ മുസ്ലിമീങ്ങളെ ചേർക്കുക, ഒന്നിച്ച് വർക്ക് ചെയ്യുക, തെറ്റിദ്ധാരണ നീക്കുക, RSSനെ പറ്റി മുസ്ലിമീങ്ങളെ നല്ലത് പറയുക എന്നൊക്കെ പറഞ്ഞ് ഇവരെ പ്രബോധനത്തിലുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ. ഖാലിദ് മൂസ പുറത്ത് വിട്ടൊരു വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ നിർത്താണ്, സമയം ഒരുപാടായി. ആ വോയിസ് ഒന്നും കൂടെ ഞാൻ കേൾപ്പിക്കുന്നത്. അതിൽ സക്കാത്ത് ഫണ്ട് കൊണ്ട് മാധ്യമത്തിൽ നടന്ന കൊള്ള അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. സക്കാത്ത്, സ്വതക്ക, വഖഫ് എന്ന് അദ്ദേഹം വളരെ ശക്തമായി പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ പറഞ്ഞത് പലരും പറഞ്ഞു സക്കാത്ത് ചൂഷണം ചെയ്തു, സക്കാത്ത് ദുരുപയോഗം ചെയ്ത് മാധ്യമം പറഞ്ഞു എന്നൊക്കെ ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, സക്കാത്ത് ദുരുപയോഗം ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞില്ല. ശരിയാണ്, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പൊ കഴുകൻ വന്നിട്ട് ഏതെങ്കിലും ചത്ത ശവം കൊത്തി വലിച്ചു കൊണ്ടുപോകും. അപ്പൊ നമ്മൾ പറയും അത് ശവാണെന്ന്. പക്ഷെ കഴുകൻ അത് ശവായി തോന്നൂല. കഴുകൻ അത് ആഹാരമാണ്, ഭക്ഷണമാണ്. എന്നതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അല്ലെ ഖാലിദ് മൂസക്ക് അത് സക്കാത്ത് അതിന് മാറ്റി കൊടുക്കാൻ പറ്റിയ സംഭവമാണ്. പക്ഷെ നമ്മൾക്ക് അതിന് പറ്റൂല. അതുകൊണ്ട് നമ്മൾ ചൂഷണം ചെയ്തെന്ന് പറയും, അവർ ഉപയോഗപ്പെടുത്തി എന്ന് പറയും. ഖാലിദ് മൂസ അത് കൃത്യമായി പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ ഒന്ന് പതുക്കെ കേട്ടോളൂ. ജമാഅത്ത് ഇസ്ലാമി കേരള നേതൃത്വവുമായി ഇടയാൻ കാരണമായി തീർന്ന ഒടുവിലത്തെ സംഭവം ഇങ്ങനെ ചുരുക്കി പറയാം. മാധ്യമത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഷൂറ അന്വേഷണ സമിതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷവും മാധ്യമത്തിന് വേണ്ടി 10 കോടി രൂപ ഡൊണേഷനായി അടിയന്തര സ്വഭാവത്തിൽ സമാഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ധാരണയോടുകൂടി തന്നെയാണ് ഷൂറ പിരിഞ്ഞത്. മാധ്യമം, ദിനപത്രം ഒരു ദീനി സംരംഭം എന്ന നിലക്ക്, മാധ്യമ രംഗത്ത് ഒരു ജിഹാദ് എന്ന നിലക്ക് ഒടുവിൽ മീഡിയ വന്നു. മാധ്യമ ജിഹാദ് എന്ന രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താല്പര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും ഉണർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ തബറുആത്തുകൾ, വഖഫുകൾ, സ്വതക്കകൾ, സക്കാത്തുകൾ ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ്. സാധാരണ ദിനപത്രം നിലവിൽ വരുന്നതുപോലെ നിലവിൽ വന്നതല്ല. എല്ലാരും കേട്ടല്ലോ, സക്കാത്ത് ഫണ്ട് മേടിച്ചതാ പറഞ്ഞേ. ഒന്നുകൂടെ കേട്ടോ. തബറുആത്തുകൾ, വഖഫുകൾ, സ്വതക്കകൾ, സക്കാത്തുകൾ ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തി സക്കാത്തും സ്വതക്കയൊക്കെ മേടിച്ചിട്ടാണ് മാധ്യമം വളർത്തിയത് എന്നാ പറഞ്ഞത്. പാവപ്പെട്ടവന്റെ സക്കാത്ത് കൊണ്ടുപോയിട്ട് പത്രം സ്ഥാപിക്കുക, എന്നിട്ട് ആ പത്രത്തിൽ നടന്ന 21 അംഗ പേജാണ്, റിപ്പോർട്ടാണിത്. ഇതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് അടുത്ത ലൈവിൽ പറയാം. അത് മാത്രമല്ല, നമുക്ക് വേറെയും കുറച്ച് വിഷയങ്ങൾ, സക്കാത്ത് ബന്ധപ്പെട്ട, കണക്ക് ബന്ധപ്പെട്ട, കള്ളത്തരം, തരികിടും, തട്ടിപ്പും മറ്റും മറിച്ചൊക്കെ ബന്ധപ്പെട്ട രണ്ടാമത്തെ ലൈവ് വരാനുണ്ട്. ഇപ്പോൾ സമയം ഒരുപാട് വൈകി. സഹകരിച്ച എല്ലാവർക്കും സന്തോഷം. ഈ റിപ്പോർട്ടൊക്കെ ബന്ധപ്പെട്ട്, ഇത് പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറ ബന്ധപ്പെട്ട് അബ്ദുൽ ഹക്കീം നദ്വിയും ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലിയും കെ യൂസുഫ് ഉമരിയും ടി മുഹമ്മദ് വേളക്ക് ഉൾപ്പെടെയുള്ളവർ നൽകിയ റിപ്പോർട്ടാണ്. ഇതൊക്കെ ഒന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്താനുണ്ട്. അതുപോലെ പല കണക്കും കൊണ്ടുവരാനുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് സഹകരിച്ച എല്ലാവർക്കും സന്തോഷം. പരമാവധി നിങ്ങൾ പ്രചരിപ്പിക്കണം. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് ഈ ചൂഷണത്തിന്റെ അങ്ങേയറ്റം വരെ പോകണം. ഞാനിങ്ങനെ ഒരു ലൈവ് ഇടുന്നുണ്ട് എന്ന് ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇമേജ് ഇട്ടപ്പോഴേക്ക് വക്കീല് മുതൽ, ജമാഅത്ത് ഇസ്ലാമിന്റെ വക്കീല് മുതൽ താഴെക്കടയുള്ള പീറകൾ വരെ വന്നിട്ട് കേസ് കൊടുക്കും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, മെസ്സഞ്ചറിൽ കുറേ മെസ്സേജ്, വാട്സപ്പിൽ കുറേ മെസ്സേജ്, കൈകാര്യം ചെയ്യും, കേസിന് പോകും, ഉള്ളിലാവും, അയ്യെണ്ണിപ്പിക്കും, ഗോതമ്പുണ്ട തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞു. എന്താ വിമർശനത്തെ ഇത്ര അവർ പേടിക്കുന്നു? ദുനിയാവിലുള്ള എല്ലാ പാർട്ടിയും AP, EK, അതുപോലെ തന്നെ മുനീർ, കുഞ്ഞാലിക്കുട്ടി, ഷാജി, പിന്നെ സേട്ടു സാഹിബ്, ഈ എന്ന് വെച്ച് പിണറായി എന്ന് തുടങ്ങി മൈദനൊക്കെ ഉൾപ്പെടെ ഈ ജമാഅത്ത് ഇസ്ലാമി കൈകാര്യം ചെയ്യാത്ത ആരാണ് കേരളത്തിലുള്ളത്? ഇവരെ പത്രം വിമർശിക്കാത്ത. പക്ഷെ ഇവരെ അങ്ങോട്ട് വിമർശിക്കുന്നവർക്ക് തീരെ യോജിക്കുന്നില്ല. പ്ലാച്ചിമടയിൽ പോയിട്ട് കൊക്കോകോളയിൽ എത്ര മില്ലി വെള്ളം കൂടുന്നുണ്ടെന്ന് ഇവർ ടെസ്റ്റ് ചെയ്യാൻ പോകും. ഇവര് JDT പോയി അസനാജ് എത്ര തല ഓവർ എണ്ണീട്ടുണ്ട് എന്ന് ഇവർ നോക്കും. പക്ഷെ ഇവരെ എടുത്തുള്ള തട്ടിപ്പും വെട്ടിപ്പും അത് ഇവർ നോക്കൂല. അത് കണ്ടവരോട് പറയാൻ സമ്മതിക്കില്ല. വല്ലവരും പറയും എന്ന് കണ്ട അവനെ കേസ് കൊടുക്കും, ഉള്ളിലിടും, എണ്ണിക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വേറെ ആരും വക്കീലില്ല, വേറെ ആരും ദുനിയാവ് അറിയില്ല, കോടതി അറിയില്ല എന്നൊക്കെ ഇവരുടെ വിചാരം. ഇവരങ്ങനെ ഒരു കിണറിലെ തവളകളായി എല്ലാവരെയും വരട്ടാനും ഭീഷണിപ്പെടുത്തി എത്ര കാലം നടക്കും? ഈ സാമ്പത്തിക കൊള്ള
ഒരു പൊതു ചർച്ചയായി, കേരളത്തിൽ വലിയൊരു ചർച്ചയായി വരും കാലങ്ങളിൽ അലയടിക്കണം. ഇവരെ ഈ തട്ടിപ്പ് പിടിച്ചു കെട്ടണം. അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം, പരിപൂർണ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.